കൈവിടാതെ ചേർത്തു കൊള്ളു മാകയാൽ സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 വാക്യങ്ങൾ. ബാറഖിമോർ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീടിയങ്ങളെ ഏൽപ്പിച്ചത് ജീവന്റെ വചനം. ഇത് ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശമായി ഭവിക്കണമേ. നിന്റെ ജീവനിലേക്ക്, സമൃദ്ധമായ നിന്റെ ജീവനിലേക്ക് ചരിപ്പാൻ തക്കവണ്ണം ഈ തിരുവചന ധ്യാനം മുഖാന്തരമായി തീരണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എല്ലാ കാലത്തും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നിരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടി ഈ ദേവാലയത്തിലേക്ക് വീണ്ടും ദൈവവചനവുമായിട്ട് വരുവാൻ ദൈവം ഒരു സാവകാശം നൽകിയതിനെ ഓർത്ത് ദൈവം മുമ്പാകെ നന്ദി പറയുന്നു. ബഹുമാന്യരായ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള എൻ്റെ ഗുരുക്കന്മാരുൾപ്പെടെയുള്ള ഒരു സമൂഹത്തിന് മുൻപാകെ വീണ്ടും നിൽപ്പാൻ ദൈവം എനിക്ക് ഒരവസരം കൂടി തന്നിരിക്കുന്നു. ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. കഴിഞ്ഞ ദിവസം മർത്തോമാ സഭയിലെ ഒരു വൈദികന്റെ മനോഹരമായ ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിൽ കേട്ട ഒരു ആശയമാണ്, ഒരു കൊച്ചച്ഛൻ ആദ്യമായി അച്ഛൻ ഒരു ഇടവക കിട്ടി. അച്ഛൻ ആ ഇറങ്ങി വന്ന തീവ്രതയിൽ അച്ഛൻ ഓർത്തു, കിട്ടിയ ഇടവകയിൽ ഞാനൊരു സ്റ്റാറാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഹൗസ് വിസിറ്റുകളൊക്കെ പൂർത്തീകരിക്കണം, ഭവന സന്ദർശനം. അങ്ങനെ അച്ഛൻ അന്വേഷിച്ചപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന നല്ല പ്രായമുള്ള ഒരു അമ്മച്ചി അവിടെയുണ്ട്. അപ്പൊ വിചാരിച്ചു ആദ്യം അമ്മച്ചിയുടെ ഭവനത്തിൽ തന്നെ പോയി പങ്കെടുക്കാം. അങ്ങനെ ഭവന സന്ദർശനത്തിന് ആ വീട്ടിലേക്ക് എന്ന കൊച്ചച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി അമ്മച്ചി സ്വീകരിച്ചു. അമ്മച്ചിക്കൊരു സ്വഭാവമുണ്ട്, ആര് വീട്ടിൽ വന്നാലും, പ്രത്യേകിച്ച് വൈദികർ വന്നാൽ വളരെ ഹൃദയപൂർവ്വം അമ്മച്ചി സ്വീകരിക്കുക. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടേ അമ്മച്ചി വിടാറുള്ളൂ. അമ്മച്ചി ആകെ അടുക്കളയൊക്കെ പരതി. അവസാന കൈ അമ്മച്ചി സ്ഥിരമെടുക്കാറുള്ള 3 മാവുണ്ട, നമ്മുടെ കോട്ടയംകാരുടെ ഭാഷ പറഞ്ഞ അവലോസുണ്ട എടുത്തു. ഞാൻ വടക്ക് ശുശ്രൂഷിക്കുന്നൊരു അച്ഛൻ, അവിടുത്തെ അവലോസുണ്ടയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, കട്ടിയുള്ള അവലോസുണ്ടയാണ്. നമ്മളെപ്പോലെ നാരങ്ങാ നീര് പിടിയത്തില്ല, കടിച്ചാലെങ്ങും. 3 അവലോസുണ്ട അമ്മച്ചി തപ്പിയപ്പോൾ കിട്ടി. ഈ അവലോസുണ്ട കൊണ്ടുവന്ന് അച്ഛന്റെ മുൻപിൽ ഒരു പ്ലേറ്റ് നിരത്തി വെച്ചു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, എന്റെ പൊന്നച്ഛനല്ലേ, കഴിച്ചാട്ടെ. കൊച്ചച്ഛൻ ആവേശം കൊണ്ട് അമ്മച്ചി തന്നതല്ലേ, നിരാകരിക്കാൻ പാടില്ലെന്നോർത്ത് എടുത്തൊരെണ്ണം വായിലിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ അബദ്ധം മനസ്സിലായി. 2 അണയിൽ വിട്ട് അച്ഛൻ അപ്പുറത്തും ഇപ്പുറത്തും കടിക്കാൻ നോക്കി, നടക്കുന്നില്ല. പക്ഷെ ഇത് പുറത്ത് ഭാവിക്കാൻ പറ്റുകയല്ലോ. അച്ഛൻ എന്ത് ചെയ്തു, കുറച്ചു നേരം ഓർത്ത് ഉമ്മിനീരിലിട്ടൊന്ന് അലിപ്പിച്ച് നോക്കാം, നടക്കുന്നില്ല. കുറേ നേരം അച്ഛൻ വെപ്രാളപ്പെടുന്നു കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛാ പൊട്ടിക്കുന്നില്ലെങ്കിൽ, അത് പൊട്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അച്ഛൻ അതേപടി എടുത്ത് തിരിച്ച് ആ പ്ലേറ്റിലോട്ട്. ഇതിന് മുമ്പിലിരുന്ന 3-4 വികാരിമാര് ചെയ്തത് ഇത് തന്നെയാന്ന് പറഞ്ഞു. കുഴിമറ്റംകാരോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ നിങ്ങളുടെ വികാരിമാരുടെ, ഇപ്പോഴത്തെ ഈ അച്ഛന്മാരുടെ മാമോദീസ പേരുകൾ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിസംബോധന ചെയ്യാത്തത്. ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിലുള്ള അച്ഛന്മാരാ. ഈ അച്ഛന്മാര് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാർജ് എടുക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് കുഴിമറ്റംകാര് തന്ന അവലോസുണ്ട പൊട്ടിക്കാൻ ഞാൻ ഇവിടെ ഒന്ന് വന്നതാ. പൊട്ടിയില്ലെന്ന് മാത്രമല്ല, യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായോ എന്ന് പോലും എനിക്ക്, കാരണം നിങ്ങളും സോഷ്യൽ മീഡിയയിൽ അധികകാലം ഇങ്ങനെ ഓടി നടന്നവരാണല്ലോ, കുഴിമറ്റം പള്ളി. അതുകൊണ്ട് വീണ്ടും പൊട്ടിക്കാൻ വന്നിരിക്കുക. ഞാൻ എന്നതാണേലും എഴുന്നേറ്റിരിക്കാൻ ശേഷിയില്ലാതെ ഇന്ന് വന്നിരിക്കുന്നത്, കാരണം എൻ്റെ നടു ഒന്ന് ഉളുക്കിയിരിക്കുക. 1 മണിക്കൂർ സമയം എനിക്ക് ലഭിച്ചിരിക്കുമ്പം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും
ദൈവവചനത്തിൽ അടിസ്ഥാനമായി നിങ്ങൾ ഒരു പെരുന്നാളിലേക്ക് ഒരുങ്ങുമ്പം ചില കാര്യങ്ങളെ വളരെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് പരിഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊണ്ട് വരണ്ട. നിങ്ങൾക്ക് സ്വമേധയാ വീട്ടിൽ പോയി എനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാം. അല്ലാത്ത പക്ഷം ഇത് ദൈവസന്നിധിയാണെന്ന ബോധ്യത്തോടുകൂടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് നുറുക്കപ്പെടാൻ, ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് മുറിക്കപ്പെടാൻ ഈ ഒരു അല്പസമയം ദൈവസന്നിധിയിൽ വിധേയപ്പെടാം. ഞാൻ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം ക്രിസ്തുവിന്റെ പിന്നാലെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന യഹൂദന്മാരുടെ പശ്ചാത്തലമാണ് പറയുന്നത്. അതുകൊണ്ടാണ് 8-ാം അധ്യായം പാപിനിയായ സ്ത്രീയുടെ മോചനത്തെ സംബന്ധിച്ചുള്ള ഒരു വേദഭാഗമാണ്. അവിടെ എല്ലാവരും കൂടെ വിധിക്കുവാനായി കല്ലുകൾ എടുത്തുകൊണ്ട് ഒരു സ്ത്രീയെ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ മുൻപാകെ കൊണ്ടുവരിക. ഒരിക്കലും അവളുടെ മേലുള്ള വിധി ക്രിസ്തു പറയുന്നത് കേൾക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇവൻ എങ്ങനെ അവളെ ന്യായം വിധിക്കുന്നുവെന്ന് നോക്കേണ്ടതിനാ. അവിടെയാണ് ക്രിസ്തു അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. നമ്മൾ പലപ്പോഴും പറയും ക്രിസ്തു മനസ്സാക്ഷിയുള്ളവനാണ്, മനുഷ്യപ്പറ്റുകൊണ്ട് വിട്ടു. അല്ല, അതിനപ്പുറത്തേക്ക് ന്യായപ്രമാണത്തിന്റെ കൃത്യമായ മാർഗം ആവർത്തന പുസ്തകം 22-ാം അധ്യായം കൃത്യമായിട്ട് പറയുന്നുണ്ട്. വേറെ ഏത് പാപവും മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യാം, പക്ഷെ വ്യഭിചാര കുറ്റം എന്ന പാപം ചെയ്യണമെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടിയേ തീരൂ. ആണോ? രണ്ടുപേരുടെ ഉഭയസമമില്ലാതെ നടക്കുന്ന ഒരു പാപമാണെന്ത്? വ്യഭിചാരം. അങ്ങനെയെങ്കിൽ ആവർത്തന പുസ്തകം കൃത്യമായിട്ട്, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, അവിടെ പറയുന്നുണ്ട്, ഇവിടെ വ്യഭിചാര കുറ്റത്തിൽ ഒരു സ്ത്രീ മാത്രം പഴിക്കപ്പെടുമ്പം അവിടെയാണ് ക്രിസ്തു ചോദിക്കുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അവർക്ക് ബോധ്യമുണ്ടായി ഇവളോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു പുരുഷൻ ആബ്സെന്റാ. അതുകൊണ്ട് അവിടെ കല്ലുകൾ ഉപേക്ഷിച്ചു. പക്ഷെ അവര് ക്രിസ്തുവിന് നേരെയുള്ള കല്ലുകളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവരുടെ മതജീവിതം, അവിടെ അവരന്ന് നടത്തിയിരിക്കുന്ന പൗരോഹിത്യ ജീവിതം എപ്പോഴും ക്രിസ്തു പറഞ്ഞ വാക്കുകൾക്ക് വിരുദ്ധമായിരുന്നു. ഈ അടുത്തിടെ ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കിയത് മലബാർ ഭദ്രാസനത്തിലെ ചുങ്കത്തറ കൺവെൻഷനുമായി ബന്ധപ്പെട്ട, അതുകൊണ്ട് 2 ഇടങ്ങളിൽ പറഞ്ഞ പ്രസംഗമാണ്. അതുകൊണ്ട് എന്നോട് ഇവിടെ ഒരു ശുശ്രൂഷ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടുള്ളത്, അതുകൊണ്ട് അത് റിപ്പീറ്റ് പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ചില ആശയങ്ങളൊക്കെ റിപ്പീറ്റ് വരുമായിരിക്കും, നിങ്ങളങ്ങ് ക്ഷമിച്ചാൽ മതി. ഈ കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ മാസത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ വെച്ച് കേരളത്തിലെ യുക്തിവാദികളുടെ ഒരു വലിയ സമ്മേളനം നടന്നു. ഏകദേശം 10,000 യുക്തിവാദികളാണ് നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 300 രൂപ രജിസ്ട്രേഷൻ ഫീസോട് കൂടി ഉച്ചയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണി കൊടുത്താണ് അവര് യുക്തിവാദികൾ കൂടി. ഈ വാർത്ത കേട്ടപ്പം എനിക്ക് വലിയ ആശങ്കയുണ്ടായി. ഞാൻ പൗരോഹിത്യം അനുഷ്ഠിക്കുന്ന, ഞാൻ പുരോഹിതനായിരിക്കും, ഞങ്ങൾ എല്ലാവരും വലിയ വീറോടും വാശിയോടും കൂടി പൗരോഹിത്യ ശുശ്രൂഷ സഭാജീവിതം അനുഷ്ഠിക്കാൻ ഇറങ്ങിയ ഒരു കാലഘട്ടത്ത് കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ 10,000 യുക്തിവാദികൾ ഒന്നിച്ച് സമ്മേളിക്കുന്നു. അവിടെ അതിന്റെ സംഘാടകൻ പറയുകയാണ്, 10,000 പേരെന്ന് പറഞ്ഞതുകൊണ്ട് അത്രയും പേരെ ഉള്ളെന്നോർത്ത് ആരും സന്തോഷിക്കണ്ട, ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയ സ്റ്റേഡിയം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് 10,000-ൽ ഞങ്ങൾ നിർത്തിയത്. എനിക്ക് വലിയ അസ്വസ്ഥതയായി. ആ സമയത്താണ് ഞാനൊരു പുസ്തകം വായിച്ചത്. പിതാക്കന്മാർ ആദ്യകാലം തൊട്ട് പറഞ്ഞ ഒരു പരിഭ്രമം, യുക്തിവാദികളുടെ എണ്ണം വർദ്ധിക്കുന്നതല്ല, ആഗോളവൽക്കരണമല്ല, ഭൗതിക സാഹചര്യങ്ങളുടെ വലിപ്പങ്ങൾ വർദ്ധിക്കുന്നതല്ല, മറിച്ച് പിതാക്കന്മാര് പറയുന്നു, അതിനേക്കാൾ നമ്മളെ അലോസരപ്പെടുത്തേണ്ടുന്നത്, അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ജീവിതത്തെ ഹേമിക്കേണ്ടത് മതജീവിതം നടത്തുന്നു എന്ന് പറയുന്നവരുടെ കപട ജീവിതമാണ്. പള്ളി ജീവിതം നയിക്കുന്ന, ആരാധനാ ജീവിതം നയിക്കുന്ന സഭാവിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഉള്ളിലുള്ള കപട മതജീവിതത്തെയാണ് ഞാനും നിങ്ങൾ കൂടുതൽ ഭയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ പള്ളി വന്നതുകൊണ്ട് കാര്യമായില്ല, പള്ളിക്കുള്ളിലെ ദൈവത്തിലേക്ക് വരാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടെയാണ് പരീശന്മാർക്കും സാധുക്യർക്കും യഹൂദന്മാർക്കും പറ്റിപ്പോകുന്ന വലിയ പിഴ. അവര് പറഞ്ഞ ക്രിസ്തുവും യഥാർത്ഥ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവും തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടായി. ധനത്തിലും സുഖത്തിലും അധികാരത്തിലും അഭിരമിച്ചിരുന്ന ഒരു വിഭാഗം എപ്പോഴും ക്രിസ്തുവിന്റെ പിന്നാലെ നടന്ന് അവരുടെ വിഗ്രഹങ്ങളെ ഉടയ്ക്കാൻ, ജീവിതത്തിൽ അവർ സ്വീകരിച്ച വിഗ്രഹങ്ങളെ ഉടയ്ക്കുവാൻ ശ്രമിച്ച ക്രിസ്തുവിനെതിരെ പോരാട്ടം നടത്തി. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, അബ്രഹാമിന്റെ സന്തതി എന്ന് ഊറ്റം കൊള്ളുന്ന, ജീവിതത്തിൽ പല അനുഭവങ്ങളിലും ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നിയമങ്ങളെ പാലിക്കുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് സ്വതന്ത്രരാകണമെങ്കിൽ, അടിമത്തം വിട്ട് സ്വതന്ത്രമാകണമെങ്കിൽ
പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ താളുകൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ, അല്ലെ, എന്താണ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്? സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരവും ദൈവത്തിന്റെ ശരീരം ഒരുപോലെയാണെന്നുള്ള അബദ്ധധാരണയാണെങ്കിൽ തിരുത്തണം. എന്നെ പോലെയാണ് ദൈവം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പിന്നെ ദൈവത്തെ വിളിക്കുവോ? നമുക്കിഷ്ടം മുടി ചീകി, അല്ലെ? ഞാൻ നേരത്തെ ഇരുന്നൊരു കൊച്ചു പള്ളിയിൽ ചെന്ന് പള്ളി നവീകരിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ഞാനൊരു നല്ല ഐക്കൺ, ഇവാൻ സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്, നല്ലൊരു ഐക്കൺ കൊണ്ടുവന്ന് മദ്ബഹായിൽ ത്രോണോസിന് മേളിൽ വെച്ചു. ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ കർത്താവ് ഇച്ചിരി ഫ്രീക്കനാണല്ലോ, കാരണം മുടിയൊക്കെ നല്ല ചീകി പിന്നി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കെപ്പോഴും ഇഷ്ടം കോമൾ രൂപിയായ ഒരു ക്രിസ്തുവിനെ, അല്ലെ? നമ്മുടെ ശരീരവും ദൈവത്തിന്റെ ശരീരം ഒന്നാണെന്നാണ് അതിന്റെ അർത്ഥം. ദ്രവത്വമുള്ള നമ്മുടെ ശരീരത്തോട് അദ്രവത്വമുള്ള ദൈവത്തിന്റെ ശരീരത്തോട് എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും? പറ്റുകയില്ല. അവിടെയാണ് പറയുന്നത്, മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആന്തരികമായ യുക്തിയുടെ ഭാവമാണ് ഇമേജ്. ആ യുക്തി ഉപയോഗിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന ഫ്രീ വിൽ എന്ന് പറയാം. ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് അവൻ ജീവിതത്തെ നേരിടേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആകാശത്തിലെ പറവികളെ വാഴണം, മത്സ്യങ്ങളെ വാഴണം, വന്യമൃഗങ്ങളെ വാഴണം. അതിന്റെ അർത്ഥം നിന്റെ ക്രോധ വികാരങ്ങളെയും നിന്റെ ബലത്തിനപ്പുറത്തേക്ക് വരുന്ന എല്ലാ പറന്നുയരുന്ന എല്ലാ ക്രോധങ്ങളെയും എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുവാൻ ദൈവം തന്നതിനെ കൊണ്ട് പാപത്തിലേക്ക് വീഴാതിരിക്കാൻ നീ ശ്രമിക്കണം. പക്ഷേ പലപ്പോഴും പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കുന്ന യുക്തിയിൽ നിന്ന് മാറുന്നു. അവിടെയാണ് ദൈവ സാദൃശ്യത്തിലേക്ക് വീണ്ടും വരാൻ ദൈവം പറയാണ്, അടിമത്തത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന ജനമേ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ന് നമ്മൾ നയിക്കുന്ന സഭാജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ജീവിതത്തിൽ അവർ കരുതി വെച്ചിരുന്ന, അവർ അടിമയാക്കപ്പെട്ട 3 അനുഭവങ്ങളെ പറഞ്ഞുകൊണ്ട് ഈ സന്ധ്യയുടെ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്ന്, അവരുടെ ജീവിതത്തിൽ അവരെ അടിമയാക്കിയ ഒന്നാമത്തെ കാര്യം ദ ഐഡലറ്ററി ഓഫ് ലെഗസി, പാരമ്പര്യത്തിന്റെ വിഗ്രഹാരാധന. പാരമ്പര്യത്തിന്റെ വിഗ്രഹാരാധന. കഴിഞ്ഞ വർഷം ഓർത്തഡോക്സ്, സുറിയാനി, ക്രിസ്ത്യാനികൾ എല്ലാവരും കൂടെ വലിയ അഭിമാന ഘോഷയാത്രയിലായിരുന്നു, അല്ലെ? എന്തായിരുന്നു? മാർത്തോമൻ, അല്ലെ? വടിയെടുക്കടി, കൊടയെടുക്കടി, ബുള്ളറ്റ് എടുക്കടി, ഓടടി. എവിടെ നോക്കിയാലും പതാകയും മർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിന്റെ ആരൂഢനായിരിക്കുന്ന പിതാവിന്റെ പിന്നാലെ ഓട്ടത്തോടോട്ടമായിരുന്നു നമ്മള്. പക്ഷെ പലപ്പോഴും നമ്മളായിരിക്കുന്ന സഭയുടെ പൈതൃകത്തിൽ നമ്മൾ വലിയ ഊറ്റം കൊള്ളുമ്പോഴും, ശമരിയക്കാരത്തി സ്ത്രീ യേശുക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്ന പോലെ, നീ ഇരിക്കുന്ന കിണറ് ഞങ്ങൾക്ക് ആര് കുത്തി തന്നതാ? ചില്ലറക്കാരനല്ല, യാക്കോബ് ഞങ്ങൾക്ക് തന്നതാ. 2000 വർഷത്തെ പഴക്കമുള്ള ഒരു സഭയിലെ അംഗമാ. വീമ്പ് പറയാൻ കൊള്ളാം. അവിടെയാണ് പറയുന്നത്, ഈ കിണറിന്റെ ആഴം എത്രമാണെന്ന് നിനക്കറിയാമോ? യേശുമ്പരാനോട് ചോദിക്കുന്നത്. അവിടെയാണ് യേശു ചോദിക്കുന്നത്, ഈ കിണറിന്റെ അരികെ വന്നിട്ടും യാക്കോബ് കുത്തിയതായിട്ടും 2000 വർഷം പഴക്കമുണ്ടായിട്ടും ഇതിൽ നിന്ന് കുടിച്ചിട്ട് നിന്റെ ദാഹം തീർന്നിട്ടുണ്ടോ? ഇപ്പോഴും നമുക്ക് സത്യസന്ധമായി നിങ്ങളുടെ കൈയ്യ് ഹൃദയത്തിൽ വെച്ചിട്ട് പറയാൻ പറ്റുമോ, ഇവിടെ ആരാധിച്ചിട്ട്, ഇവിടെ ദൈവത്തെ സ്തുതിച്ചിട്ട്, ഇവിടെ കാര്യങ്ങൾ അപേക്ഷിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ഉത്തരം എനിക്ക് ലഭിക്കുന്നുണ്ടോ? വേണ്ട, ഒരു ആത്മസംതൃപ്തി എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ആരാധനയിൽ നിൽക്കുന്ന പോലും. ഇന്ന് ഞാൻ എന്റെ നടുവെട്ടിയത് കൊണ്ട് ഒരു കുർബാന ഉണ്ടായിരുന്നു രാവിലെ. ഏറ്റവും പുറകിലത്തെ കസേരയിലായി പോയി ഇരുന്നത്, നിൽക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ഉള്ള ഒരു ഇതിന്. ആ സമയത്താണ് ഞാൻ ചിന്തിച്ചത്, അവിടെ വരുന്ന ആളുകളുടെ ആരാധനയിൽ സംബന്ധം കണ്ട് എനിക്ക് വലിയ വലിയ വിഷമം തോന്നി. അവിടെ ശുശ്രൂഷക്കാരെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്ത്? ആരാധന നിങ്ങള് ലീഡ്. ഞങ്ങൾ വന്ന് ഞങ്ങൾ ഇടത്തോട്ട് നോക്കും, വലത്തോട്ട് നോക്കും, ആരൊക്കെ ഇന്ന് പള്ളി വന്നിട്ടുള്ളതെന്ന് നോക്കും, വന്നവരെന്ത് വസ്ത്രമാ ധരിച്ചതെന്ന് നോക്കും. ഇതെല്ലാമാണ് നമ്മുടെ വ്യാപാരങ്ങൾ. അവിടെയാണ് ഇതെല്ലാം കഴിഞ്ഞ് പുറകോട്ട് പോകുമ്പം അച്ഛൻ ആശീർവദിക്കും, നിങ്ങൾ സമാധാനത്താലെ സംതൃപ്തരായി പോകുവീൻ. എന്ത് സമാധാനമാണ് നമുക്ക് ലഭിച്ചത്? എത്രയോ വർഷമായി കുർബാന നീട്ടിച്ചൊല്ലുന്നു. എത്രയോ വർഷമായി പല അച്ഛന്മാരുടെ കുർബാന നമ്മളിങ്ങനെ കേട്ടുപോകുന്നു. എത്രയോ കൂദാശകൾ നമ്മൾ സംബന്ധിച്ചു. നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് പറ, എത്ര പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്? ഇപ്പൊ ചൊല്ലി നിർത്തിയ സന്ധ്യാപ്രാർത്ഥനയിലെ വാക്കുകൾ നിങ്ങൾ എത്ര എണ്ണം ആ പദ്യത്തിലെ ചൊല്ലിയതുപോലെ ചൊല്ലിയും? എനിക്കതുകൊണ്ട് കൊയറുകാരോടും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പാട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ആരാധന അർത്ഥവത്താക്കാനും കൂടെ ശ്രദ്ധിക്കണം. അതിന് നമ്മുടെ പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ്. അവിടെയാണ് മർത്തോമാസ്ലിഹയുടെ പൈതൃകത്തിൽ വേരൂന്നിട്ട് ഒരു കാര്യവും ഇല്ല. മർത്തോമാസ്ലിഹയുടെ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്ന
ഒരുപാട് സംഭവവികാസങ്ങൾ മലങ്കര സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു വലിയ കൽപ്പന പുറപ്പെട്ടു. മർത്തോമാ ശ്ലീഹായ്ക്ക് എന്തില്ല? പൗരോഹിത്യ നൽവരമില്ല, പട്ടത്വമില്ല. അങ്ങനെ പ്രഖ്യാപിച്ചവരാണ് അടുത്ത കാലത്ത് പോയി കാതോലിക്ക സ്ഥാനത്തേക്ക് ഏറ്റെടുക്കാൻ മലങ്കര മെത്രാപ്പോലീത്ത എന്നും മലങ്കര മാർത്തോമ എന്നും പറഞ്ഞ പേരുകൊണ്ട് ഏറ്റെടുക്കാൻ പോകുന്നത്. പക്ഷെ അവരെല്ലാം തിരുത്തി പറയാൻ തുടങ്ങി. അന്ന് അവർ പറഞ്ഞ കാര്യം ഇതാണ്: കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രത്യക്ഷത കാണാൻ കഴിയാതെ പോയത് ഒരു ശിഷ്യനാണ്. ആര്? മർത്തോമാ ശ്ലീഹ. നമുക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വേദവായനകൾ വായിക്കുമ്പം യോഹന്നാൻ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്, ശിഷ്യന്മാർ കൂടിയിരുന്നപ്പം തോമസ് അവരുടെ കൂട്ടത്തിൽ എ ഡൗട്ടിംഗ് തോമസ്, അല്ലെ, സംശയാലുവായ തോമസ്. അവിടെയാണ് ഇതേ സുറിയാനി പിതാക്കന്മാർ എഴുതിയ പ്രമിയോൻ സദറകൾ മനോഹരമായ ഒരു ആശയം പറയുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്. മർത്തോമാ ശ്ലീഹയുടെ ദുഃഖറോനോയിൽ ചൊല്ലുന്ന പ്രമിയോൻ സദറായിലെ ഒരു വാചകം ഇങ്ങനെയാണ്: മർത്തോമാ ശ്ലീഹ പുറത്തുപോയി തിരികെ വന്നപ്പം കൂടെയുള്ള സഹശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമാ ശ്ലീഹ പറഞ്ഞു, അവനെ കാണുകയും അവന്റെ വിലാപ്പുറത്തിന്റെ കൈവച്ച് നോക്കുകയും അവന്റെ ആണിപ്പഴുതുകളിൽ സ്പർശിക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ഇതിനെയാണ് ഡൗട്ടിംഗ് എന്ന് പറയുന്നത്. ആണോ? അവിടെയാണ് പിതാക്കന്മാർ എഴുതുകയാണ്, എന്താണ് തോമാ ശ്ലീഹായുടെ ആവശ്യം? ദ പെയിൻ ആൻഡ് ആഗണി ഓഫ് സെയിന്റ് തോമസ് എന്താണ്? അത് പിതാക്കന്മാർ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ വാക്കിന്റെ അടിസ്ഥാനത്തിന്മേൽ തന്റെ വിശ്വാസത്തെ പണിയാതിരിക്കാൻ അവർ സാക്ഷിച്ചതിനെ അവൻ വിശ്വസിച്ചില്ല. ഒന്നുകൂടെ ഞാൻ വായിക്കാം. മറ്റുള്ളവരുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സ്വന്തം വിശ്വാസത്തെ പണിയാതിരിപ്പാൻ മറ്റുള്ളവർ പറഞ്ഞതിനെ അവൻ വിശ്വസിച്ചു. അവൻ പറഞ്ഞു, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടല്ലാതെ എനിക്കൊരു ക്രൈസ്തവ അനുഭവം ഉണ്ടാകത്തില്ല. ഇതിന്റെ പേരാണ് യഥാർത്ഥ ഭക്തി. അവിടെയാണ് അവൻ പറഞ്ഞ പ്രാർത്ഥന നമ്മുടെ സഭയുടെ ആപ്തവാക്യം, എന്റെ കർത്താവും എന്റെ. ഇതൊരു ആത്മാവിൽ ബലപ്പെട്ട. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയണം. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഇത് അനുഭവിച്ചറിയാതെ എത്ര കൊടികുത്തി അച്ഛൻ വന്ന് ഇവിടെ പ്രസംഗിച്ച് നിങ്ങളെ ഒരുക്കിയാലും നിങ്ങളുടെ പെരുന്നാളിൽ നിങ്ങൾക്ക് പഴയ ശങ്കരന്റെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ ഒരാളുടെയും പൈതൃകത്തിൽ വേരൂന്നില്ല. പൈതൃകങ്ങൾ എന്തിനു സഹായിക്കും? പൈതൃകങ്ങൾ ആ ജീവിതാനുഭവത്തിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമേ ചെയ്യത്തുള്ളൂ. നടന്നെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാ. അതിന് സാധ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ കോട്ടയംകാര് അധികം ചെയ്യുന്ന കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ വടക്കൻ ഭദ്രാസനങ്ങളിൽ, കോട്ടയത്തിന് അപ്പുറത്തോട്ടുള്ള വടക്കൻ ഭദ്രാസനങ്ങളിൽ അവർ കൃത്യമായി ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, എല്ലാ വർഷവും അവർ വീട് കൂദാശ ചെയ്യും. കോട്ടയംകാരത്രയും ചെയ്യാത്ത എന്നാന്ന് ചോദിച്ചാൽ, വീട് കൂദാശ ചെയ്ത് അച്ഛന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നമുക്ക് അത്ര താല്പര്യമല്ല. കൊടുത്താൽ 10 പേരോട് നമ്മൾ, വടക്കർക്ക് പിന്നെ അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ട്, കൊടുത്തും ശീലമില്ലാത്തതുകൊണ്ട് അവരെല്ലാ വർഷവും എന്ത് ചെയ്യുമെന്നറിയാവോ? വീട് കൂദാശ ചെയ്യും. വീട് കൂദാശ ചെയ്യുന്നതിന് മനോഹരമായ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവർ വെള്ളം തളിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നതിനോടൊപ്പം ഒന്നെങ്കിൽ കുങ്കുമം കലക്കി വെക്കും. നിങ്ങളുടെ ഈ പള്ളിയിലെ മരുമോനച്ഛനും ഞാനും അതുപോലെ തന്നെ വടക്കത്തെയാണ്. അച്ഛനും നല്ലപോലെ അറിയാം. ഒന്നെങ്കിൽ കുങ്കുമം അവർ ചാലിച്ചു വെക്കും, അല്ലെങ്കിൽ കുന്തിരിക്കം അരച്ചു വെക്കും. എന്നിട്ട് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം സ്ലീബ കട്ടളപ്പടിമേൽ വരയ്ക്കുന്നത് പുരോഹിതൻ ഈ ചന്ദനം കൊണ്ടായിരിക്കാം. എന്നിട്ട് ഒരു വർഷം മുഴുവൻ അവരുടെ ആ കട്ടളപ്പടിയിൽ ആ സ്ലീബ ഇങ്ങനെ തെളിഞ്ഞു കിടക്കും. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. പിറ്റേ വർഷം അത് മായുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തിരിക്കും? അവരടുത്ത വർഷം അത് ചെയ്തിരിക്കും. അപ്പൊ ഞാനൊരു കാരണവരോട് ചോദിച്ചു, അച്ഛാ ഇതെന്തിനാ എല്ലാ വർഷവും ഇതിങ്ങനെ ചെയ്യുന്നേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അച്ഛാ വീട്ടിനകത്ത് വല്ല മാടനും മറുതയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ. ഞാൻ പറഞ്ഞു, അച്ഛാ അത് തെറ്റായ ധാരണയാ. മാടൻ തൊട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്, മറുതയകത്ത് കാപ്പി അനത്തിക്കൊണ്ട് നിൽപ്പുണ്ട്, അവരൊന്നും പോകത്തില്ല. പിന്നെ എന്തിനാ പെരകൂദാശ? പെരകൂദാശ നടത്തിയപ്പം അച്ഛൻ വന്നല്ലോ എന്നോർത്ത് കാപ്പി ഇടാൻ പോയാൽ ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ ചിന്തിക്കും, ഒരു ഓർത്തഡോക്സുകാരനായി ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളാറുണ്ട്. നമ്മുടെ ആരാധനയും ആ ആരാധനയുടെ ശുശ്രൂഷ നടപടികളും ഒന്ന് പരിശോധിച്ച് ജീവിതത്തെ അണുവിടവിടാതെ കീറിമുറിക്കുന്ന അനുഭവങ്ങളുള്ള ശുശ്രൂഷകളുള്ള ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ടാണ് പെരകൂദാശയുടെ പ്രാർത്ഥനകൾ വളരെ മനോഹരമാണ്. അതിലേക്ക് എല്ലാത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കഴിയുമെങ്കിൽ നിങ്ങളുടെ അച്ഛന്മാര് പിന്നീടുള്ള പ്രാർത്ഥനയോഗങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാ. എന്നാൽ ഞാൻ ഓർക്കായിരുന്നു, പിതാക്കന്മാർ എത്ര ബുദ്ധിമാന്മാരാ. ഏവങ്കേലിയം വായിക്കുമ്പം ഏവങ്കേലിയൻ ഭാഗ സമയത്ത് ഒരു ക്രമീകരണം പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ?
വീട്ടുകാരൻ കാർന്നോര് എന്തോ ചെയ്യണം? ആ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന ബൗളും പിടിച്ചോണ്ട് ഏവെങ്കിലും വായിക്കുന്ന അച്ഛന്റെ തൊട്ട് മുൻപിൽ വന്ന് നിൽക്കണം. ഓടിപ്പോകാൻ യാതൊരു അവസരവും ഇല്ല. ഇനി അയാളിങ്ങനെ വെള്ളവും പിടിച്ച് ഓടിപ്പോകാൻ മേലാതെ നിൽക്കുമ്പം അയാളുടെ മുഖത്ത് നോക്കി കണ്ണിച്ചോരയില്ലാതെ വായിക്കുന്ന വേദഭാഗം ഏതാണെന്നറിയാവോ? ഏതാ? ഇതുകൊണ്ടാണ് പറയുന്നത്, കോട്ടയംകാർ ഈ വലിയ പൊങ്ങച്ചം പറയത്തുള്ളൂ, ഒരു കുന്തം അവരുടെ കയ്യിലില്ല. വലിയ കാര്യം അവർ. ഞങ്ങൾ കോട്ടയം ദേവലോകത്തിന്റെ അടുത്ത് കിടക്കുന്നു. ഈവാനൂസ് തിരുമേനി, പാമ്പാടി തിരുമേനി, അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. പക്ഷെ നമ്മളത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഈവാനൂസ് തിരുമേനി അധികം പ്രസംഗിച്ചിട്ടില്ല. പ്രസംഗിച്ചോ? തിരുമേനി ഒരുപാട് വായിക്കുമായിരുന്നു. സേവ്യർ തിരുമേനി ഒരിക്കൽ പറഞ്ഞതാ, തിരുമേനിയോട് എന്ത് ചോദിച്ചു, തിരുമേനി ഒരുപാട് പുസ്തകം വായിക്കുന്നതല്ലേ, പക്ഷെ എല്ലാ പ്രസംഗവും എന്നാ? കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വായിക്കണം. കേട്ട് നമ്മൾ തഴമ്പിച്ചു. ഞാൻ കാരാപ്പുഴക്കാരൻ. എന്റെ പള്ളി പുതുക്കിപ്പെടുന്നത് ഈവാനൂസ് തിരുമേനിയാ. 10-12 വർഷം തിരുമേനി വികാരിയാണ്. എല്ലാ പെരുന്നാളിനും തിരുമേനിക്ക് ഒറ്റ പ്രസംഗം. ഞാനത് കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സേവ്യർ തിരുമേനി എന്ന് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ എല്ലാം വായിച്ചിട്ടും വേറൊന്നും പറയാത്ത? അപ്പൊ തിരുമേനി പറഞ്ഞു, ആദ്യം വച്ചാ അടിസ്ഥാനം ശരിയാകട്ടെ, എന്നിട്ടല്ലേ മേപ്പോട്ട് പണിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൊങ്ങച്ചൊക്കെ വിട്ടിട്ട് താഴോട്ടിറങ്ങി, നെകളിക്കാതെ താഴോട്ടിറങ്ങി ഏതാ വായിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞേ, ഇനി ഇടയ്ക്ക് എന്തോ ചെയ്യണം? വീട്ടുകുദാശയൊക്കെ നടത്തണം, ചെവി തുറന്ന് പ്രാർത്ഥനകളെ കേൾക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. സക്കായിയാണ് വേദഭാഗ വിഷയം. നമുക്കറിയാം സക്കായി ആരാണ്? വേദപുസ്തകത്തിലേക്കും പൊക്കം കുറഞ്ഞവനായിരുന്നു. ആണോ? നിങ്ങൾ ഒരിക്കലും അതൊരു ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമായിട്ട് എടുക്കരുത്. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയൊരു കഥാപാത്രമാണ് സക്കായി. വെള്ളം പിടിച്ചിരിക്കുന്ന അപ്പച്ചനോടെ നിപ്പുണ്ട്, ഓർത്തോണം കേട്ടോ. അച്ചായം മാറുന്നതിന് മുമ്പ് അച്ഛൻ വായിക്കാൻ തുടങ്ങും, സക്കായി എന്നൊരു പരുഷൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ പൊക്കം കുറഞ്ഞവനായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, അവന്റെ ശരീരത്തിന്റെ പൊക്കം മാത്രമല്ല, അവൻ ആ നാട്ടിലെ ഒരു പ്രാഞ്ചിയേട്ടനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ധനം കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയൊരു മനുഷ്യനാണ് സക്കായി. പക്ഷെ ഒരു മനുഷ്യനും ജീവിതത്തിൽ യാതൊരു വില കൊടുക്കാത്തൊരു മനുഷ്യന്റെ പേരാണ് ദ അൺലവബിൾ. സ്നേഹിക്കാൻ ആരുമില്ലാത്തവൻ. ധനമുണ്ട്, പക്ഷെ ധനം കൊണ്ട് ആരെയും നേടാൻ കഴിയാത്തവൻ. അവൻ ജീവിച്ച സാമൂഹ്യ ജീവിതത്തിൽ പരാജയപ്പെട്ട, വെറുക്കപ്പെട്ട, പൊക്കമുള്ള മനുഷ്യരുടെ ഇടയിൽ പൊക്കമില്ലാത്തൊരുവന്റെ പേരായിരുന്നു ആര്? സക്കായി. പൊക്കമുള്ള അനേകം സംസ്കാരമുള്ള മനുഷ്യരുടെ നടുവിൽ പൊക്കമില്ലാത്ത, വില കുറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു സക്കായി. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ തിരിച്ചറിഞ്ഞു, ഈ ജീവിതം മുന്നോട്ട് നയിക്കവേ നിരാശ മാത്രമാണ് ഫലം. അതുകൊണ്ട് അവൻ കേട്ടു, തന്റെ നാട്ടിന് നടുവിലൂടെ ഒരു മനുഷ്യൻ പോകുന്നുണ്ട്. അവന്റെ പ്രത്യേകത എന്താ? യേശുക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന, സുവിശേഷം പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ജീസസ് pursues us. അവൻ നമ്മളെ തേടിപ്പിറകെ വരുന്നവനാ. മറ്റെല്ലാ മതങ്ങളും നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ദൈവത്തെക്കുറിച്ച് ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പം ഈ കറുത്ത താളുള്ള പുസ്തകം പറയുന്നു, നമ്മളെ തേടി വരുന്ന ഒരു ദൈവം ഈ പുസ്തകത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? അതുകൊണ്ടാണ് യേശുവിനെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടി സക്കായി എന്ത് ചെയ്തു? അവൻ പോയി ഒരു കാട്ടത്തിയിൽ കയറി. ആ കാട്ടത്തി എന്താന്ന് ചോദിച്ചാൽ അത് സഭയുടെ ദൃഷ്ടാന്തമാണ്. കാട്ടത്തിയുടെ കുഴപ്പം കൊണ്ടല്ല സക്കായിക്ക് കാണാൻ കഴിയാതിരുന്നത്. പലരും പറയും സഭ ശരിയല്ലെന്നാ, അച്ഛന്മാര് ശരിയല്ലെന്നാ. അവിടെയാണ് സക്കായിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. കാണണമെന്ന ആഗ്രഹം തന്നിൽ നിന്ന് ഉത്ഭവിക്കണം. ആഗ്രഹത്തോടുകൂടി അവൻ സഭയാകുന്ന കാട്ടത്തിയിൽ കയറി. അവൻ കാണുന്നതിന് മുമ്പ് അവനെ കണ്ട ഒരു ദൈവത്തെയാണ് അടുത്ത സുവിശേഷം പരിചയപ്പെടുത്തുന്നത്. ആണോ? യേശു തമ്പുരാൻ നിന്നുകൊണ്ട് സക്കായിയോട് പറയുകയാണ്, സക്കായി, നീ വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. യേശുവിനെ ഒരു നോക്ക് കാണണമെന്ന് മാത്രം ആഗ്രഹിച്ചു. കാരണം തന്റെ ഭവനത്തിലേക്ക് ഒരു കാരണവശാലും വരാൻ, ക്ഷണിക്കുവാൻ പോലും തനിക്ക് അർഹതയില്ലെന്ന് ബോധ്യമുണ്ടായിരുന്ന സക്കായി അതിനൊന്നും മുതിരുന്നില്ല. പക്ഷേ അവൻ ആഗ്രഹിച്ചതിലുപരിയായി അവനോട് പറയുകയാണ്, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കും. ഇവിടെ വായിക്കുന്ന അടുത്ത വാചകം ഇങ്ങനെയാണ്, അവൻ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. നമുക്കും വലിയ ഇഷ്ടമാണ് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ, ആണോ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇത്ര നേരം വെള്ളം പിടിച്ചുകൊണ്ടിരുന്ന അച്ചായന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങും. വീട്ടിനകത്തോട്ട് കർത്താവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഞാൻ മുന്നേ പറഞ്ഞ്, മാടിനും മറുതെ ഒന്നും ഓടത്തില്ല, അതകത്ത് തന്നെ നിൽപ്പുണ്ട്. പിന്നെ എന്താ സംഭവിക്കുക? അതുവരെ ഉണ്ടായിരുന്ന ഭവനത്തിന്റെ അന്തരീക്ഷം മാറും. ഭവനത്തിന് ചൂട് പിടിക്കും.
ചൂട് പിടിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? സക്കായി അവന്റെ ഭവനത്തിലേക്ക് ക്രിസ്തുവിനെ പ്രവേശിച്ചതിന് ശേഷം അവൻ ആദ്യം പറയുന്ന വാചകം ഇങ്ങനെയാണ്: എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക്. അന്നാണ് അവൻ പഠിച്ചത്. ഇത്രയും നാള് സമ്പാദിച്ചതൊക്കെ ഇങ്ങനെ ബാങ്കിലിട്ടിട്ട് പാസ്ബുക്കെ നോക്കി എന്നും സ്ലീപ്പിംഗ് പിൽസും കഴിച്ച് ഉറങ്ങുന്നവന്റെ പേരായിരുന്നു സക്കായി. അത്രയും നാള് കയ്യിലുള്ള ധനം എന്ത് ചെയ്യണമെന്ന് നമുക്കും അങ്ങനെ ഒരു ധാരണയോ പിശകില്ലായിരുന്നോ? എന്റെ മാത്രം ജീവിതം 2018 പ്രളയം വന്നപ്പം, നോഹയുടെ കാലത്തെ പ്രളയത്തെ കഥപുസ്തകം വായിച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു പ്രളയം നമ്മൾ കണ്ടില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം അത്യുഗ്രമായി നിൽക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ആരും പുറത്തിറങ്ങരുതെന്ന് പറയുന്ന ഒരു കൊറോണ വന്നില്ലേ? നമ്മുടെ കാലത്ത് കണ്ടതല്ലേ? അവിടെ ഇപ്പോഴും നമ്മൾ പറയുകയാണ് വേദപുസ്തകം അതിശയോക്തികളുടെ പുസ്തകമാ. അപ്പൊ നിന്റെ കണ്ണിന് മുമ്പിൽ കണ്ടതൊന്നും അതിശയോക്തിയല്ലേ? ഇത് സത്യമുള്ള പുസ്തകമാ. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ജീവിതത്തില്ലാത്ത ഒരു അനുഭവം ഉണ്ടായപ്പം അവൻ ആദ്യമായിട്ടൊരു മനുഷ്യനായിട്ട് ക്രിസ്തുവിന്റെ മുൻപാകെ ഒരു പച്ച മനുഷ്യനായി നിന്നിട്ട് പറഞ്ഞു, എന്റെ വസ്തുക്കളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. നീ അടുത്തതാ കുഴപ്പം. whenever I defrauded, ഞാൻ ആരിൽ നിന്നെങ്കിലും അപഹരിച്ചിട്ടുള്ളത് ഒന്നിന് എത്ര വീതം കൊടുക്കും? വേണ്ട, നിങ്ങളത് പറയണ്ട. മാശുപരി കൂട്ടുന്നതിൽ വിഷയം ഉണ്ടാക്കി വരില്ലേ? ഒന്നിന്. അപ്പൊ നിങ്ങൾ എന്റെ മുഖത്ത് കൊഞ്ഞനും കുത്തിരി, അച്ഛാ ഇത് അധ്വാനിച്ചുണ്ടാക്കിയതാ. അച്ഛാ, നിങ്ങളുടെ അധ്വാനങ്ങളെ പൂർത്തീകരിക്കുന്നത് ആരാ? ദൈവമാ. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാവരും കോട്ടയം തൊട്ട് അങ്ങോട്ട് ചെങ്ങന്നൂരുകാരൊക്കെ ആയിരുന്നു ഏറ്റവും നന്നായിട്ട് മതിൽ പണിതത്, അല്ലേ? വെള്ളം കയറിയപ്പോൾ ഈ മതിൽ എങ്ങനെ ഇടിച്ചു കളയുമെന്നുള്ളതായിരുന്നു. കാരണം വെള്ളം ഒഴുകി പോകുന്നില്ല. കയറിയ വെള്ളമൊന്നും. ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. മതിലിനകത്ത് ജീവിക്കാൻ നമ്മൾ പഠിച്ചപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. മനുഷ്യൻ സ്വാർത്ഥനാകാതിരിക്കാൻ ദൈവം കൽപ്പിച്ച് കേരളത്തിന് കൊടുത്ത ഒരു ഫലം ഉണ്ടായിരുന്നു. എന്നാന്നറിയാവോ? ചക്ക, അല്ലേ? കാരണം ഒരു ചക്ക എത്രയൊക്കെ വിചാരിച്ചാലും ഒരുത്തന് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റുമോ? പറ്റുമായിരുന്നോ? ഒരു ചക്ക വീട്ടിലിട്ട അപ്പുറത്തുള്ള അമ്മാമ്മയും വിളിക്കും, കൊച്ചായനും കൊടുക്കും, വെല്ലിപ്പച്ചനും എല്ലാവർക്കും കൊടുക്കും. ഇപ്പം നമ്മൾ ദൈവത്തെയും തോപ്പിച്ചു. നമ്മൾ പറഞ്ഞു ഒരു വീട്ടിൽ 15 ചുള മതിയെങ്കിൽ 15 ചുള കായ്ക്കുന്ന ചക്ക നമ്മുടെ വീട്ടിൽ. നമ്മൾ അത്രമേൽ ബുദ്ധിമാൻ, ദൈവത്തെ തോൽപ്പിക്കുന്ന മനുഷ്യരായി, സ്വാർത്ഥരായി മാറിയെടുത്ത് ഒരു കുഴപ്പമുണ്ട്. സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാതെ നമുക്ക് പലർക്കും ചിലപ്പോൾ ഉറങ്ങാൻ. പക്ഷെ സക്കായുടെ ജീവിതത്തിൽ ക്രിസ്തു വന്നപ്പം അതാ ദൈവാനുഭവത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പം എന്താണ് അതിന്റെ ലക്ഷണമെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ശൂന്യരാകും. ജീവിതത്തിൽ എന്തുണ്ടാകും? നഷ്ടങ്ങളുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് പറയാം, അച്ഛൻ എന്നാ വേണേ പ്രസംഗിച്ചിട്ട് പോകാം, കറുത്ത ഇരടിയിട്ട് സന്യാസി അച്ഛന്, പെണ്ണില്ല, പെടക്കോഴിയില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണ്ട, എങ്ങനെ വേണം ജീവിക്കാമല്ലോ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കർത്താവുണ്ട്. 29-ാമത്തെ വയസ്സിൽ എന്റെ കിഡ്നി കൊടുക്കാനുള്ള എന്റെ ജീവിതത്തിന്റെ തീരുമാനം ഞാൻ എടുത്തത് എന്റെ ക്രിസ്തുവിനെ കണ്ടതുകൊണ്ടാ. വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശക്തി കൊണ്ടാ. അന്ന് എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, എടോ അച്ഛാ, താൻ ഈ 29-ാം വയസ്സിൽ മണ്ടത്തരം കാണിച്ചു ഒരു കുഴപ്പം കിടപ്പുണ്ട്. എന്താ ഡോക്ടറെ? വേറൊന്നുമല്ല, ചിലപ്പം സർജറി കഴിഞ്ഞു കഴിയുമ്പം അച്ഛനൊരു ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്നൊരു പേടി എനിക്ക് തട്ടി. പിന്നെ എനിക്ക് ഉറപ്പായിരുന്നു പണ്ടേ ബുദ്ധി കുറവായതുകൊണ്ട് ഇനി കൂടുതൽ മന്ദബുദ്ധിയാകാൻ സാധ്യതയില്ല. പക്ഷെ ഇന്ന് വർഷങ്ങൾക്ക് ശേഷം 4 വർഷത്തിനിപ്പുറം ഈ കുരിശ് കഴുത്തേലിട്ടുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, എനിക്ക് ഡിപ്രഷൻ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എനിക്ക് എന്റെ ക്രിസ്തുവിനെ കുറിച്ച് അതിനേക്കാൾ കൂടുതലായി ഇംപ്രഷൻ ഇന്ന് എനിക്കുണ്ട്. ജീവിതത്തിൽ ക്രിസ്തു വരുമ്പം പലതും നമുക്ക് നഷ്ടമായേക്കാം. പക്ഷെ ജീവിതത്തിന് അപ്പുറത്ത് എന്ത് കിട്ടുമെന്നറിയാവോ? തേടി വരുന്ന ഒരു ക്രിസ്തുവിന്റെ കയ്യെ പിടിച്ച് നടക്കുമ്പം ജീവിതത്തിലെ ഭയങ്ങളെ മറികടക്കാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ടാണ് അടുത്ത വരി ആ വേദഭാഗം ക്രമീകരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിന്നുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് സ്വയം ജീവിതത്തിൽ വെറുമയാക്കപ്പെട്ട് ക്രിസ്തുവിന്റെ മുൻപാകെ നിൽക്കുമ്പം വെറുക്കപ്പെട്ട, സമൂഹത്തിൽ വിലയില്ലാത്ത, മറ്റു മനുഷ്യർ ഗണിക്കാത്ത, പള്ളിയിൽ ഒരു തവണ പോലും പെരുന്നാളിന്റെ കൺവീനറാകാൻ പറ്റാത്ത, ട്രസ്റ്റിയോ കമ്മിറ്റിക്കാരനോ ആകാൻ പറ്റാത്ത സക്കായിയെ യേശു ഒരു ടൈറ്റിൽ കൊടുത്തു. ആണോ? വെള്ളം പിടിച്ച അപ്പച്ചൻ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് യേശുമ്പുരാന്റെ അടുത്ത വാക്യം വേദപുസ്തകം വായിക്കുന്നത്: ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ആണോ? ഇതൊക്കെ ചെവി തുറന്ന് കേൾക്കണം കേട്ടോ. ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് കേട്ടു നിന്ന പരീശന്മാരൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തി. കാരണം ഇത്രയും നാൾ പള്ളിക്കകത്തോട്ട് കയറ്റാത്തവനാ. ആണോ? പണ്ടൊരു കഥ ഇങ്ങനെയാണ്. വലിയ സമ്പന്നരുടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റാറ്റസ് കൊണ്ട് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കുന്ന ഒരു പള്ളി.
പള്ളിയുടെ നവീകരണ പ്രവർത്തനം ചെയ്യാനായിട്ട് ഒരു ആശാരി പയ്യൻ അവിടെ വന്നു. അവൻ ഈ പള്ളിയിലാണ് ആരാധന കൂടുന്നത്. അച്ഛന്റെ കുർബാനയൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ, പള്ളിപണിയൊക്കെ പൂർത്തീകരിച്ചില്ലേ, എനിക്കൊരാഗ്രഹം, ഈ പള്ളിയിൽ തന്നെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഇവിടെ പരിസരത്ത് തന്നെ അങ്ങ് ജീവിച്ചാലോ. അച്ഛൻ ഒന്ന് ഞെട്ടി. അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അച്ഛൻ പോയി കമ്മിറ്റിക്കാരോട് ചോദിച്ചു. കമ്മിറ്റിക്കാർ അച്ഛനെ കൊന്നില്ലെന്നേ ഉള്ളൂ. കമ്മിറ്റിക്കാർ പറഞ്ഞു, അച്ഛാ, ഈ പള്ളിക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, അത് കഴിയാതെ ആശാരിപ്പയ്യനെ ഒന്നും പള്ളിക്കകത്ത് കയറ്റാൻ പറ്റത്തില്ല. നമ്മളും അങ്ങനെയല്ലേ, പുതിയ മെമ്പർഷിപ്പ് വരുമ്പം അവന്റെ ജാതകവും അവന്റെ ജാതകത്തിന്റെ ജാതകവും കൂടെ നമ്മൾ നോക്കും. മുന്നാധാരം വരെ പരിശോധിച്ചിട്ടാ ഇപ്പൊ ഒരു പള്ളി മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. കുർബാന കൊടുക്കുന്നത് പോലും അങ്ങനെയാ. അവിടെ ഈ ചെറുപ്പക്കാരന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛന്മാർക്ക് എങ്ങനെയാ ഇത്രയും കടുകട്ടിയായിട്ട് പറയാൻ പറ്റുക? അച്ഛൻ ഈ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിന്നോട് എന്നതാ പറയുന്നതെന്ന് വെച്ചാൽ എന്നോട് വന്ന് പറയാം, ഞാനും പ്രാർത്ഥിക്കാം. പിന്നീട് ചെറുപ്പക്കാരനെ അച്ഛൻ കണ്ടില്ല. കുറേ നാളുകൾക്ക് ശേഷം ഒരു കടയിൽ വെച്ച് ചെറുപ്പക്കാരനെ അച്ഛൻ കണ്ടു. അച്ഛൻ ചോദിച്ചു, പിന്നെ നിന്നെ പള്ളിയിലോട്ട് കണ്ടില്ലല്ലോ. അവൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പോയി ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവം എന്നോട് സംസാരിക്കുകയും ചെയ്തു. അച്ഛൻ വളരെ കൗതുകത്തോട് ചോദിച്ചു, ദൈവം എന്നാടാ നിന്നോട് സംസാരിച്ചേ? ദൈവം എന്നോട് പറഞ്ഞു, എടാ മോനെ, 10,000 വർഷമായിട്ട് ഞാൻ അതിനകത്തോട്ട് കയറാൻ നോക്കിയിട്ട് അവന്മാര് സമ്മതിച്ചില്ല. പിന്നെ ഇന്നലെ തടിപ്പണിക്ക് വന്ന നീ. ചിരിക്കണ്ട, നമുക്കും ബാധകമായ ഒരു കാര്യമാണ്. ചുറ്റുപാടുമുള്ളവര് ചെവി കൂർപ്പിച്ചു വെച്ച് നിന്ദിക്കപ്പെട്ട സക്കായിയുടെ ഭവനത്തിൽ യേശു ക്രിസ്തു എന്ത് ചെയ്യുവാൻ ഒളിച്ചു പാർത്ത് നോക്കുന്നു ആണോ? അവര് സ്വമേധയാ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ. പക്ഷെ അവരെ പരീക്ഷിച്ചുകൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ട് ക്രിസ്തു മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ എനിക്ക് കഴിയും. ഇത് പറഞ്ഞ ക്രിസ്തുവാണ് വെറുക്കപ്പെട്ട സക്കായിക്ക് ഒരു ടൈറ്റിൽ കൊടുത്തു, ഇവൻ അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് എന്തുണ്ടായി? രക്ഷയുണ്ടായി. ക്രിസ്തു തരണം. ഞാൻ പറഞ്ഞു, ദ ഐഡലട്രി ഓഫ് ലെഗസി, പാരമ്പര്യത്തിന്റെ വേരൂന്നി നമ്മളിങ്ങനെ അഭിരമിക്കുമ്പം. അതുകൊണ്ടാണല്ലോ നമ്മൾ കോട്ടയംകാര് ഒരു മനുഷ്യന്റെ വിജയത്തെ അംഗീകരിക്കണമെങ്കിൽ ശവോടക്ക് നോക്കും, അല്ലേ? നമ്മൾ കാർ ഇങ്ങനെ വഴി മുഴുവൻ നിറഞ്ഞ് ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടായ വീട്ടിൽ ചെന്ന് കാപ്പ് കുടിച്ചിട്ട് പറയും, എന്നെ അടക്കമായിരുന്നു, അല്ലേ? എന്തെങ്കിലും കാര്യമുണ്ടോ? കാപ്പിക്ക് ഇത്രയും കൂടെ ചെലവുണ്ടായെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി പറഞ്ഞു, കൺവെൻഷൻ വേദികളിൽ പരിചയം. എനിക്ക് സത്യം പറഞ്ഞ ലൈവ് ഉണ്ടെന്നറിഞ്ഞിട്ട് ഞാൻ വരത്തില്ലായിരുന്നു. ഈ പ്രശസ്തിക്കൊരു കുഴപ്പമുണ്ട്. നമ്മളെ എത്രമാത്രം ആളുകൾ അറിഞ്ഞ് നമ്മളെങ്ങനെ പുകഴ്ത്തുന്നു അത്ര വലുതായിരിക്കും നമ്മുടെ വീഴ്ചയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞൊരു വലിയ സത്യമുണ്ട്. ഞാനിപ്പം മലങ്കര സഭയിലെ കാതോലിക്ക ബാവ തന്നെ ഭരിക്കുന്ന കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ അരമനയുടെ മാനേജരാണ്. എനിക്ക് അതിൻ്റെ കൽപ്പന കിട്ടിയപ്പം ഇതുപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ എൻ്റെ പോസ്റ്ററൊക്കെ അടിച്ചു വന്നപ്പോൾ എല്ലാവരും ആശംസ പറഞ്ഞു. ഒരാൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നാ വേണം, കാതോലിക്കയുടെ സ്വന്തം ആളല്ലേ. ഞാൻ പറഞ്ഞു, എനിക്കതിനകത്ത് യാതൊരു അഭിമാനവും തോന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന പ്രത്യയശാസ്ത്രം 10,000 പേര് നമ്മളെ അറിയുന്നതിലല്ല, 3 പേര് നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണത്തിനപ്പുറം നമ്മളെക്കുറിച്ച് അവർ ഓർക്കുമ്പം ഹൃദയപൂർവ്വം അവരുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വരണം. അത് ആ ജീവിതത്തിന്റെ സാക്ഷ്യം ആണോ? ഞാൻ ഇരുന്ന പള്ളികളിൽ ഞാൻ അർപ്പിച്ച കുർബാനകൾ സംബന്ധിച്ചവർ, ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ചുള്ളവർ, അവരെന്നെ കുറിച്ച് ഓർക്കും പറയും, ഞങ്ങളുടെ അച്ഛൻ ശുദ്ധനായ ഒരു അച്ഛനായിരുന്നു, സാക്ഷ്യമുള്ളൊരച്ഛൻ. അത് കേട്ടാൽ മതി. ഒരപ്പൻ, ഒരമ്മ, ഒരു മകൻ, ഒരു മകൾ, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു ഇടവ അംഗം, ഒരു ട്രസ്റ്റി, ഒരു സെക്രട്ടറി, ഏതെങ്കിലും ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ മുഴുകിയവർ, ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടങ്ങളെ മാത്രമെങ്കിലും പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി. ലോകരുടെ മുഴുവൻ പ്രശസ്തി നമുക്ക് ആവശ്യമില്ല. ക്രിസ്തു നമുക്കൊരു ടൈറ്റിൽ തരണം. വേണോ? ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചിന്തിക്കണം, എൻ്റെ ജീവിതത്തെ ക്രിസ്തു എങ്ങനെ വിലയിടും? എത്രയോ വർഷമായി ഞാൻ പള്ളിയിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും സംബന്ധിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ ക്രിസ്തു വന്നാൽ എനിക്ക് എന്ത് ടൈറ്റിൽ തരും? ലോകം പറയുന്നതല്ല. പലർക്കും പലരെക്കുറിച്ചും നമ്മളെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങൾ കാണും. അതിനകത്തൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് കമന്റുകളെ വായിച്ച് ജീവിക്കുന്നവരാ. കമന്റുകൾക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ ക്രിസ്തുവിന്റെ കമന്റ് വളരെ പ്രിയപ്പെട്ടതായിരിക്കണം. എന്നെക്കുറിച്ച് അവൻ എന്തു പറയും? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം എത്ര നാൾ ജീവിക്കുമെന്നോ എങ്ങനെ ജീവിക്കുമെന്നുള്ള, ഇതിനപ്പുറം അങ്ങോട്ട് ചെല്ലുമ്പം എൻ്റെ ക്രിസ്തുവിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം. അതാണ് ഞാൻ ഓരോ യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഈ യാത്ര മുഴുവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവിടെ എത്തുമ്പം
ലജ്ജ ധരിപ്പാനിരിക്കട്ടെ. എത്ര കുപ്പായം ധരിച്ചിട്ടും കാര്യമില്ല, നിന്റെ മുൻപാകെ ലജ്ജ കൂടാതെ നിൽക്കാൻ എന്നെ സഹായിക്കും. എന്ത് ടൈറ്റിലാ എനിക്കുള്ളത്? പാരമ്പര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന പള്ളിയിലെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന കുടുംബത്തിലെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തു ജീവിതത്തിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാം? ചില നഷ്ടങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില ജീവിതങ്ങളെ അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു വേദഭാഗമാണ്. ദൈവത്തിന്റെ പെട്ടകം കിട്ടിയ സന്തോഷത്തിൽ ദാവീദ് പെട്ടകത്തിന്റെ മുൻപാകെ തുള്ളിച്ചാടുന്നുണ്ട്. രാജാവാണ്, വലിയൊരു ജനതയുടെ നേതാവാണ്. തുള്ളിച്ചാടുന്ന ദാവീദിന്റെ ശരീരത്തിൽ നൂൽബന്ധം മാത്രമേ ഉള്ളൂ. ആണോ? അത്രമേൽ ദാവീദ് ദൈവം മുമ്പാകെ നഗ്നനായി സന്തോഷം കൊണ്ട് തുള്ളുകയാ. കിളിവാതിലിലൂടെ നോക്കിയ മീഖൾ അവനെ പരിഹസിച്ചു, നിന്ദിച്ചു എന്നാ പറയും. ആണോ? ഭാര്യ നിന്ദിച്ചു. അതുകൊണ്ടാണ് IAS ഓഫീസർമാരുടെ കോഡ് ഓഫ് കോണ്ടാക്ട് പറയും, അൺബിക്കമിങ് ഓഫ് ആൻ ഓഫീസർ. ഒരു IAS ഓഫീസർക്ക് ചേരാത്ത വിധത്തിൽ, ഒരു രാജാവിന് ചേരാത്ത വിധത്തിൽ തുള്ളിയ ദാവീദിനെ മീഖൾ നിന്ദിക്കുമ്പം, ലോകം നമ്മളെ അങ്ങനെ ഭോഷൻ എന്ന് പറയുമ്പം, അവിടെ നമുക്ക് മറ്റൊരു ടൈറ്റിൽ ക്രിസ്തു തരണം. ഇവൻ അബ്രഹാമിന്റെ പുത്രൻ. ഇനി അബ്രഹാം ആരാ? നിങ്ങൾക്ക് വളരെ സുപരിചിതനാണോ? അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് പറയുന്നുണ്ട്, അവൻ ദൈവം വിളിച്ച മാത്രയിൽ തന്റെ പിതാവ് പിൻപറ്റിയിരുന്ന എല്ലാ വിശ്വാസങ്ങളും ഉപേക്ഷിച്ചവനാ. തേരഹിനെ കുറിച്ച് തൽമൂദ് പറയുന്ന ഇങ്ങനെയാണ്, അവൻ സൂര്യദേവനെ ആരാധിക്കുകയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളാണ് തേരഹ്. അങ്ങനെ ദൈവങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു വീടായിരുന്നു ആരുടേത്? അബ്രഹാം. പക്ഷെ സത്യദൈവം വിളിച്ചപ്പം ഒരു തുണ്ട് ഭൂമി നോക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ടവനായിരുന്നു അബ്രഹാം. ഇടയന്മാർ തമ്മിൽ കലഹം ഉണ്ടായപ്പം, ലോത്തിന്റെയും തന്നെ ഇടയന്മാർ തമ്മിൽ കലഹം ഉണ്ടായപ്പം പച്ചയായതൊക്കെ ലോത്തിന് വിട്ടുകൊടുത്ത് സ്വയം ദാരിദ്ര്യം വഹിച്ചവന്റെ പേരാണ് അബ്രഹാം. ആണോ? ഇതൊക്കെ സഹിക്കാം. ആറ്റുനോറ്റൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ദൈവം തിരിച്ചു ചോദിച്ചപ്പം ഒരു വൈമനസ്യമില്ലാതെ കുഞ്ഞിനെ ദൈവത്തിന് ബലി കഴിച്ചവന്റെ പേരാണ്, ആണോ? സ്വന്തം ഭാര്യ അടക്കം ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി കൈവശമില്ലാത്തവന്റെ പേരാണ് അബ്രഹാം. പക്ഷെ വേദപുസ്തകം അവനൊരു പേര് കൊടുത്തു. എന്താണ്? വിശ്വാസികളുടെ അതിൽ അഭിമാനം കൊണ്ട ഒരു വിഭാഗം അപ്പുറം നിൽക്കുമ്പോഴാണ് എല്ലാം നഷ്ടപ്പെടുത്തി ദൈവത്തെ പ്രാഗൽഭ്യം ധരിച്ച അബ്രഹാമിന്റെ പുത്രൻ എന്ന പദവി സക്കായിക്ക് ദൈവം കൊടുത്തു. അബ്രഹാമിന്റെ പരീക്ഷയിൽ അബ്രഹാം തലമുറകളിലേക്ക് അത് കൊടുത്ത എങ്ങനെയാന്ന് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. ഇസഹാക്കിനെ ബലി കഴിക്കുന്നതാണോ? ആറ്റുനോറ്റ കുഞ്ഞിനെ ബലി കഴിക്കുവാനായിട്ട് പോകുമ്പം ഞാൻ എല്ലാ പ്രസംഗങ്ങളിലും ആവർത്തിച്ച് പറയും, കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും പറഞ്ഞതാ, പിന്നെ ഒരു പ്രസംഗം തന്നെ 1000 തവണ പറഞ്ഞാലും നമുക്ക് കേട്ടമട്ട്, കാരണം നമ്മുടെ അവലോസുണ്ട് ഇവിടെ കിടക്കുകയല്ലേ, അലിത്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഈ പ്രസംഗം കഴിയുമ്പോഴേലും 2 തവണ അച്ഛൻ പറഞ്ഞു തന്നേലും പറയണം. എന്താണ് ചെയ്തത്? അബ്രഹാം ഹൃദയം കല്ലാക്കി കുഞ്ഞിനെയും കൊണ്ട് പോവുക. ആണോ? പോകുമ്പം സീനാടി അടിവാരത്ത് വെച്ച് ഇസഹാക്ക് വട്ടം കെട്ടിപ്പിടിച്ച് അപ്പനോട് ചോദിച്ചു, അപ്പാ എല്ലാം നമ്മൾ കരുതിയിട്ടുണ്ട്, പക്ഷെ അൽഫാമാക്കേണ്ടുന്ന ആടെവിടെ? ആണോ? വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, കയറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വളരെ എസൻഷ്യലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെവിടെ? നട്ടലുള്ള ഒരു അപ്പൻ ആ മകന്റെ തലയിൽ തലോടിയിട്ട് പറഞ്ഞു, മകനെ യഹോവ. പിന്നെ ഒരു ചോദ്യം ഇസഹാക്ക് ചോദിച്ചില്ല. അപ്പനെ അത്രമേൽ വിശ്വാസമാ, ഇത്രയും നാള് ചോദിച്ചതൊക്കെ മേടിച്ചു തന്നൊരു അപ്പനാ. അതുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയി, നിങ്ങൾ ആ കൊടിമുടിയുടെ അഗ്രത്തിലേക്ക് എന്റെ കൂടെ ഒന്ന് വന്നേ. യാഗപീഠം അടുക്കാൻ ഇസഹാക്കും അപ്പന്റെ കൂടെ കൂടി. എല്ലാം ഒരുക്കിയതിനു ശേഷം അപ്പൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൽ കിടത്തി. വാള് പൈതലിന്റെ നേരെ ഓങ്ങുവോളം ദൈവം മൗനമായിരുന്നു. ആണോ? നിങ്ങളുടെ പിള്ളേരായിരുന്നെങ്കിൽ എന്തോ ഇതേനെ? കുഴിമറ്റംകാരുടെ ഇരിപ്പ് കണ്ടാത്തോന്നി ഞങ്ങളുടെ പിള്ളേരാണ് അച്ഛാ. വാള് കിട്ടുന്നത് വരെ അവന്മാര് വെണ്ടയ്ക്കായ ഒരു കഴുക്കോലെടുത്ത് നിങ്ങളുടെ തല തള്ളിപ്പൊളിച്ചിട്ട് അവൻ ഓടി, നിങ്ങളെ അവൻ സമാധിയാക്കിയനെ അല്ലേ? അടുത്തിടെ കോട്ടയം ചെറിയപള്ളിയിൽ ഞാൻ ഇങ്ങനെ ധൂപവീശി നടന്നപ്പോഴാണ് ഒരു കല്ലറ കണ്ടു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. സ്ലാബിട്ട് വാർത്തിരിക്കുന്നു, അതിന്റെ മുകളിൽ 3 ഇരുമ്പ് പട്ടയിട്ട് പൂട്ടിട്ട് താഴും താക്കോലും കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ അവിടുത്തെ വികാരിയോട് ചോദിച്ചു, ഇതിനകത്ത് കിടക്കുന്ന ആള് ചില്ലറക്കാരനല്ലെന്ന് തോന്നുന്നു, മക്കൾക്ക് അത്ര വിശ്വാസമായതുകൊണ്ട് ഒരു കാരണവശാലും പുള്ളി എഴുന്നേറ്റ് വരരുത്, അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുക? 3 തവണ പൂട്ടിയിട്ടിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എന്തോ ഇതിനെ എപ്പ കുതിറിയെന്ന് ചോദിച്ചാൽ മതി. ഇസഹാക്ക് ബലിപീഠത്തിൽ കുതിരാതിരുന്നതിന്റെ കാര്യം എന്താ? അവനെ സൺഡേ സ്കൂളിന് പറഞ്ഞയച്ചത് അവന്റെ അപ്പനായതുകൊണ്ടാണ്.
അന്ന് ഇസഹാക്ക് മനസ്സിലാക്കി, തന്നെക്കാൾ അധികമായി എൻ്റെ അപ്പൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആണോ? അതുകൊണ്ടാ പണ്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചമാരും പാടി, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം. ഇതൊക്കെ വല്ലപ്പോഴും പാടണം. ഇപ്പം നമ്മൾ പാടുന്നത് എനിക്കൊരു കുറവും ഉണ്ടാകരുത്, എൻ്റെ വീട്ടുകാർക്ക് കുറവുണ്ടാകരുത്, എൻ്റെ ജോലിക്ക് കുറവുണ്ടാകരുത്, അതൊക്കെ പിന്നെ പാടിയാൽ മതി. ഇങ്ങനത്തെ ചില പാട്ടും കൂടിയുണ്ട്. അബ്രഹാമിന്റെ ഭയമായവൻ, ഇസഹാക്കിന്റെ വല്ലഭനായ ദൈവം, യാക്കോബിന്റെ ശക്തിയായ ദൈവം. ആണോ? ഈ അബ്രഹാമിന്റെ പുത്രൻ എന്നാണ് സക്കായിക്ക് ദൈവം പേര് കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ പറയുന്നതല്ല പാരമ്പര്യം, ക്രിസ്തു തരുന്ന ടൈറ്റില. അതുകൊണ്ട് വിഗ്രഹങ്ങളെ ജീവിതത്തിൽ ഉടയ്ക്കണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതത്തിലെ പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ നമ്മൾ ഊറ്റം കൊള്ളുന്ന പലതിനെയും ഉടച്ചു കളയാൻ ഇടയാകണം. രണ്ട്, ഒന്ന് ഞാൻ പറഞ്ഞു, ദ ഐഡലട്രി ഓഫ് ലെഗസി. രണ്ട്, ദ ഐഡലട്രി ഓഫ് എഫിഷ്യൻസി, കാര്യക്ഷമതയുടെ വിഗ്രഹം. നിങ്ങൾ ചിന്തിക്കും, ഈ അച്ഛനൊരു പൊട്ടനാണെന്ന് തോന്നും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇങ്ങനെ ശക്തമായി വരുന്നൊരു കാലത്ത് അച്ഛൻ പറയുകയാണ്, കാര്യക്ഷമത ഒരു വിഗ്രഹമാണ്. ഇന്ന് മിടുക്കന്മാരുടെ ലോകമാണ്, അല്ലേ? അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, കഴിവുള്ളവൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി. ആണോ? എന്നാൽ വേദപുസ്തകത്തിൽ മിടുക്കനായി ആരംഭിച്ച് ദൈവസന്നിധിയിൽ ഭോഷനായ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്താം. ദൈവം ഭോഷനാക്കിയതിനു ശേഷം ദൈവം തന്നെ ഉയർത്തിയൊരു മനുഷ്യൻ. അവൻ വേദപുസ്തകം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ ക്രിസ്തുവിൽ ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യാനി പറയേണ്ടുന്ന ഭാവത്തെ ക്രിസ്തുവിൽ വേരൂന്നി പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. അതെപ്പോഴും ഈ വനുസരിമേനെ ആവർത്തിച്ച് ചൊല്ലാൻ പറയുമായിരുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും. ഇതാര് പറഞ്ഞ? ശൂശു എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ, ഞാനൊരു സന്യാസി അച്ഛനാ. പെണ്ണുങ്ങളെല്ലാം കൂടെ അവിടെ നിന്നുകൊണ്ട് ശൂശു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്നാ? മോശം. ആൾക്കാരെന്നാ വിചാരിക്കും? തെളിച്ചു പറ. അറിയാം, കുറച്ചു പേർക്കെങ്കിലും അറിയാം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാ. ഇതാരാ പറഞ്ഞത്? പൗലോസ്. അടുത്തിടയിൽ കണ്ടനാട് ഞങ്ങളുടെ അച്ഛന്മാർക്ക് ധ്യാനം എടുത്തത് ദേവലോകം മാനേജരായ യാക്കോബ് റമ്പാച്ചന അനന്യാസിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ചപ്പോഴാണ് വേദപുസ്തകത്തിൽ ദൈവം ലോകപ്രകാരം മിടുക്കനായിരുന്ന ഒരുവനെ ഭോഷനാക്കിയിട്ട് ദൈവസന്നിധിയിൽ മിടുക്കനാക്കി ഉയർത്തുന്നുണ്ട്, അല്ലെ? മിടുക്കനെ താഴ്ത്തി ദൈവം ഉയർത്തി. എങ്ങനെയാണ് അനുഭവം പറയുന്നത്? അപ്പോസ്തല പ്രവർത്തികളിൽ ശൗൽ എന്ന പൗലോസിന്റെ മാനസാന്തരമാണ് വർണ്ണിക്കുന്നത്. ആണോ? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കേണ്ടതിന് അധികാരപത്രം കയ്യിലുള്ള സമർത്ഥന്റെ പേരായിരുന്നു ശൗൽ. ആണോ? ഒരു ശമ്മാശന്റെ മരണം, 7-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഒരു ശമ്മാശന്റെ പ്രസംഗം കണ്ട് ഭ്രാന്തി പിടിച്ച ഒരു ജനം, അവൻ പറഞ്ഞ സത്യപ്രസംഗത്തെ എതിർത്ത് അവനെ കല്ലെറിഞ്ഞത് കൊല്ലുകയും ആ മരണത്തിന് സമ്മതം മൂളുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ശൗൽ. അധികാരപത്രം കൊണ്ട് ദമസ്കോസിൽ അവശേഷിക്കുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കേണ്ടതിന് മിടുക്കനായി യാത്ര പുറപ്പെട്ട നെഞ്ചു വിരിച്ചൊരുത്തന്റെ പേരായിരുന്നു ശൗൽ. ആണോ? പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം പറയുന്നു, കുതിരപ്പുറത്ത് നെഞ്ചു വിരിച്ച് ദമസ്കോസിന്റെ പടിവാതിക്കൽ കടക്കാൻ ശ്രമിച്ച ശൗലിനെ ദൈവം അവിടെ താഴേക്കിട്ടു. ആണോ? ഏത് ഭാഗം നിങ്ങളൊന്ന് വീട്ടിൽ ചെന്ന് വായിക്കണം. ശൗലിന്റെ കണ്ണിന് അന്ധത ബാധിച്ചു. 3 ദിവസം അവൻ കണ്ണ് കാണാതെയും ഒന്നും തിന്നാതെയും ഒന്നും കുടിക്കാതെയും അവിടെ ഇരുന്നു. കൊച്ചത് വഴി ഓടിക്കോളും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരി. എല്ലാവരും കുഴപ്പം. പള്ളിയിലായാലും പിള്ളേർ വന്നു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഓടുന്നു നോക്കിയുണ്ട്. എന്നാൽ വീട്ടിൽ ഇരുന്ന് പിള്ളേരെ വളർത്തിയാൽ പോരെ? അത് ഓടിക്കോട്ടെ, ഇത്രയോ സ്ഥലം കിടക്കില്ല, പിള്ളേർ ഇവിടെ ഓടിക്കളിക്കട്ടെ. ആരുടെയും പിള്ളേരെ തൊഴി പോയാൽ ഉടനെ അങ്ങോട്ട് നോക്കി. പിന്നെ ഇത്രയും നടുവ് വയ്യാത്ത ഞാനൊക്കെ വന്ന് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ വലിയ വലിയ കാര്യം പറയാം, അതുപോലെ കൊച്ചു തുള്ളിക്കൊണ്ട് ചിരിച്ചോണ്ടിരിക്കുക. പൗലോസിനെ ദൈവം 3 ദിവസം അവന്റെ കാഴ്ച മങ്ങിച്ചു കളഞ്ഞു. എന്താ കാര്യം? ദമസ്കോസിന്റെ പടിവാതുക്കൽ അവനെ ഒന്നുമല്ലാതാക്കി കളയാൻ ദൈവം ശ്രമിക്കുക. മിടുക്കനായിരുന്നു. ആ ഒരു അനുഭവത്തെ, ഇത്രയും നാള് കണ്ട ലോകത്തിന്റെ മിടുക്കുകളെല്ലാം ഉണ്ടായിരുന്ന ശൗലിനെ അന്ധനാക്കിയ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? നിനിവയിലെ ഇസഹാക്ക്, ഐസക് ദിസറി എന്ന് പറയുന്ന പിതാവ് ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയാറുണ്ട്.
പ്യുവർ പ്രയർ, ശുദ്ധ പ്രാർത്ഥന. പലവിധമുള്ള പ്രാർത്ഥനകളുണ്ട്. ശുദ്ധ പ്രാർത്ഥന, ശുദ്ധ പ്രാർത്ഥനയുടെ നിർവചനം ഇതാണ്: ഇഹലോകങ്ങളെ വിസ്മൃതിയിലാക്കുകയും ദിവ്യരഹസ്യങ്ങളുടെ വിസ്മയത്തിലേക്ക് ഒരുവനെ ഉപനയനം ചെയ്യിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോകവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും മറന്നു കളയിക്കുകയും അപ്പുറത്തൊരു ലോകത്തെക്കുറിച്ചുള്ള വിസ്മയങ്ങൾ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ അനുഭവമാണ് എന്ത്? ശുദ്ധ പ്രാർത്ഥന. നമുക്കുണ്ടായിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ആത്മീയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ കുർബാന വന്ന് നിൽക്കുമ്പോഴും എന്തെല്ലാം കുറ്റമാണ് നമ്മൾ പള്ളിയിൽ പറയുന്നത്, അല്ലേ? ഓ, ഇന്ന് എന്നെ തരുന്നടി ആ കൊയറുകാരുടെ പാട്ട്, അൻപുടിയോന്റെ ട്യൂണ് കേട്ടില്ലേ? മനുഷ്യർക്ക് പാടാമെല്ലാം പറ്റുന്നതാണോ? അച്ഛൻ്റെ അനൗൺസ്മെന്റ് കേട്ടില്ലേ? ഒരിടത്ത് പോയിട്ട് ഒരു അമ്മ പറഞ്ഞു, എന്നാ പള്ളി അടിയത്, ഫാനിന് കാറ്റില്ല, കാർപ്പറ്റ് കീറിക്കിടക്കുന്നു, ഒന്നും ഒരു സുഖമില്ല. കൂടെ ഇറന്ന് കൊച്ചു പയ്യൻ പറഞ്ഞു, എൻ്റെ അമ്മയെ 10 രൂപ തളികിടുന്ന നമുക്ക് ഇതിൽ കൂടുതൽ സൗകര്യം ഇവിടെ കിട്ടാനാ? നിങ്ങൾ എത്രയോ വർഷമായി ആരാധനയിൽ പങ്കെടുക്കുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളുടെ 5 ലക്ഷണങ്ങളെങ്കിലും ഇതിനകത്ത് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? അതൊരിക്കലും വലിയ സീക്വൻഷ്യൽ അല്ല, എങ്കിൽ പോലും ഇത് കണ്ടെത്താം അലിഗോറിക്കലായിട്ട്. എന്താ? മറവലിക്കുമ്പം ആദ്യത്തെ തൂയോബോയെ കുറിച്ച് പറയും, അത് കന്യകമറിയാമിന്റെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെടുന്ന സമയമാണ്. നമ്മൾ പറയും അത് അച്ഛന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള, അതുകൊണ്ടാണ് മറയിടുന്നത്. കന്യകമറിയാമിന്റെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെടുന്ന അനുഭവം. മറവലിച്ച ആദ്യത്തെ പ്രദക്ഷിണം എന്താ? പുൽക്കൂടും ചുറ്റുമുള്ള ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രഘോഷണം ആണോ? അത് കഴിഞ്ഞ് ധൂപക്കുറ്റി വാഴ്വിന്റെ സമയം പറയുന്നു. അതുകൊണ്ടാണ് അച്ഛൻ പുരോഹിതൻ ചെരിഞ്ഞു നിൽക്കുന്നത്. അവിടെ പറയുന്നുണ്ട് കർത്താവിന്റെ മാമോദീസ ദനഹായുടെ ശുശ്രൂഷയെ കുറിച്ചാ. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ റിവീൽ ചെയ്ത വെളിപാടിന്റെ അനുഭവം. കാസാബിലാസകളെ കണ്ണിപ്പിന്റെ സമയം, അൻപുടയോന്റെ സമയം എന്താ? കർത്താവിന്റെ കഷ്ടാനുഭവവും മരണവും അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് വലിയ ഒരു അന്ധകാരം വ്യാപിച്ചതിനെ കുറിച്ച് അവിടെ ബോധ്യപ്പെടുത്താനാ രഹസ്യത്തിന്റെ ശുശ്രൂഷ. അത് കഴിഞ്ഞ് കാസാവിലാസങ്ങളെ അച്ഛൻ ഉയർത്തിയിട്ട് പറയും, പിതാവ് നമ്മോടുകൂടെ, പുത്രൻ നമ്മോട്. അതിന്റെ അനുഭവം കർത്താവിന്റെ സ്വർഗാരോഹണം. ഇനി അവസാനം കുർബാന കൊടുത്തു കഴിഞ്ഞിട്ട് പടിഞ്ഞാറോട്ടൊരു എഴുന്നള്ളത്തുണ്ട്. എന്താണ്? കർത്താവിന്റെ പുനരാഗമനം. കഴിഞ്ഞതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ എല്ലാത്തിന്റെയും അനുസ്മരണം. ഓൺ ദ ഹൊറൈസൺ, കണ്ണിന് കാണുന്നതല്ല, അതിനപ്പുറത്തേക്ക് കാണുന്നതാണ് എന്ത്? ദർശനം. ഇത്രയും നേരം ലോകപ്രകാരം പൊട്ടനെന്ന് വിളിച്ചവൻ രക്ഷപ്പെട്ടു, മിടുക്കന്മാരെല്ലാം മുങ്ങിപ്പോയി. ജാടകളുടെ കാലത്ത്, ദ ഐഡലട്രി ഓഫ് എഫിഷ്യൻസി, ആ മിടുക്കിന്റെ ലോകത്ത് മിടുക്കുകളെ ചിലതിനെ ഉടച്ചു കളയാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. പണ്ട് ക്രിസ്തോസ് തിരുമേനി പറഞ്ഞൊരു കഥ ഇങ്ങനെയാണ്. എല്ലായിടത്തും എല്ലാവർക്കും ജാടയാ. പള്ളി വരുമ്പോൾ അച്ഛന്മാർക്ക് ജാട, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ജാട, അല്ലേ? അപ്പം പണ്ട് തിരുമേണ്ട വീട്ടിൽ തെങ്ങ് കയറുന്ന ഒരുത്തൻ തെങ്ങേന്ന് വീണു, കയ്യും കാലും ഓടിഞ്ഞ് അവനെ കൊണ്ട് ആശുപത്രിയിൽ ഓടിച്ചെന്നപ്പം ഡോക്ടർ ദേഷ്യപ്പെട്ടിട്ട് തിരുമേനിയോട് ചോദിച്ചു, ഇപ്പോഴാണോ കൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. തിരുമേനി എടുത്ത് വായി പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടറെ, തെങ്ങേന്നൊന്ന് വീണ് കിട്ടിയാലല്ലേ ഇങ്ങോട്ട്. ജാടകളുടെ ലോകത്ത് ദൈവത്തിന് വേണ്ടി ഭോഷനാകാനും നമ്മൾ ചിലയിടത്ത് മാറിക്കൊടുക്കാൻ. മൂന്നാമതൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞ് നിർത്തുക, എന്റെ സമയം അവസാനിച്ചു. ദ ഐഡലട്രി ഓഫ് എഫിഷ്യൻസി ഞാൻ പറഞ്ഞു. 3, ദ ഐഡലട്രി ഓഫ് മണി, സമ്പത്തിന്റെ വിഗ്രഹം. 2 രീതിയിലുള്ള ആത്മീയതയുണ്ടെന്ന് പറയും. ഒന്ന്, ജനത്തിന്റെ ആത്മീയത, എന്ത് കിട്ടുമെന്നോർത്ത ഒരു പറയും, ആണോ? എന്ത് ലഭിക്കും? അങ്ങനെ പോയ ഒരു വലിയ വിഭാഗം ക്രിസ്തുവിന്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെപ്പോഴും കർത്താവിന്റെ അത്ഭുതങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. ആണോ? വലിയ പുരുഷാരം. പക്ഷെ കുരിശിന് ചുവട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഇതാ വേദപുസ്തകം അന്വേഷിക്കുന്ന ചോദ്യം. അത്ഭുതങ്ങൾക്ക് പിന്നാലെ പോകാൻ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് എന്താ? കൃപാസനമാണ്. ഓർത്തഡോക്സ് സെമിനാരി കിട്ടാനും കൃപാസനത്തിൽ പോയാൽ കിട്ടുമെന്ന് അടുത്തയോടെ ഒരു ആന്റി പറയുന്നത് കേട്ടു. കൃപാസനം ട്രെൻഡിങ് ആയിരുന്നത്. ചിരിക്കുമെന്ന് വേണ്ട, ഇവിടെ ഇരിക്കുന്ന പലരും പത്രം കലക്കി കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അന്ധമായ ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ. ഒരിടയ്ക്ക് എവിടെയായിരുന്നു? നാഗപ്പുറത്തായിരുന്നു തിരക്ക്, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, അല്ലേ? ബുധനാഴ്ച ദിവസം മണർകാട് തിരക്ക്, വെള്ളിയാഴ്ച ദിവസം, ആഴ്ച നമുക്കില്ല, ഡയറി ഫുള്ള. ആദ്യം പോകുന്നത് ഈ വിഭാഗം ഇരിക്കും, തലേ തുണിയിട്ടവരാ. തലേ തുണിയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആരും കാണത്തില്ല, ഒളിച്ചു പോകാൻ പറ്റും. എന്തിനാ പോകുന്നേ? നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങള്, എവിടെയാണെങ്കിലും പോയി കാര്യങ്ങള്. പക്ഷെ വേദപുസ്തകത്തിൽ വീണ്ടും ജനിച്ചൊരു സ്ത്രീയെ ഞാൻ പരിചയപ്പെടുത്താം. ഒരമ്മയാണ്. അവളെ ദൈവസന്നിധിയിൽ ഒന്നും ആഗ്രഹിക്കാതെ പോകണമെന്നൊരു കുഞ്ഞിനെ പഠിപ്പിച്ച അമ്മയാണ്. പക്ഷെ അവളുടെ പേര് വേദപുസ്തകം പറയുന്നില്ല. അവളുടെ മകനിലൂടെയാ.
അതുകൊണ്ടാണ് തമിഴിലൂടെ തിരുക്കുറല് ഒരു വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും സമർത്ഥരായ, ഏറ്റവും അഭിമാനം കൊള്ളുന്ന മാതാപിതാക്കളാകണമെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ കേൾക്കണമെന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്: ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഉണ്ണിയെ, നിങ്ങൾക്ക് ഈ മകനെ കിട്ടിയത്? ഇത് നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളോട് ചോദിക്കണമെന്നുള്ള തിരുക്കുറൽ പറയുന്നു. നിങ്ങളോട് നിങ്ങളുടെ നാട്ടുകാരും ചോദിക്കും, ഈ കാലന് എവിടുന്ന്, ഇതാരുടെ സന്തതിയാന്ന് ചിലപ്പോൾ ചോദിച്ചാണ്. പക്ഷെ ഒരു അപ്പനും അമ്മയും ഏറ്റവും അഭിമാനം കൊള്ളുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എവിടെയാണെന്നറിയാവോ? എവിടെയാ? ഈ ഉണ്ണി ആരോട് പ്രാർത്ഥിച്ചിട്ട്, ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്. അങ്ങനെ വേദപുസ്തകം ഒരു അമ്മയെ പരിചയപ്പെടുത്തി. 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ഒരു അത്ഭുതം നടത്തുക. അവിടെ കൺവെൻഷൻ ഒരുപാട് ആളുകൾ വന്നു. കൺവെൻഷൻ വന്ന ആളുകളൊക്കെ യേശുദമ്പുരാന്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടു. എന്താണ് അടുത്ത അത്ഭുതം എന്ന് നിങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. ക്ഷീണിതരായിരിക്കുന്ന ജനത്തെ കണ്ടിട്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് വല്ലതും ഭക്ഷിക്കാൻ. ശിഷ്യന്മാര് ബെസേലിസ് കോളേജിൽ നിന്ന് എക്കണോമിക്സ് പാസ്സായതുകൊണ്ട് അവർ കയ്യിലുള്ള പേഴ്സ് തപ്പി നോക്കിയിട്ട് പറഞ്ഞു, ട്രസ്റ്റി വന്നിട്ട് പറഞ്ഞു, യൂദാ വന്നിട്ട് പറഞ്ഞു, ഇവർക്കെല്ലാവർക്കും വടയും ചായയും കൊടുക്കാനുള്ള പൈസയൊന്നും പള്ളിയുടെ അക്കൗണ്ടിലില്ല, നടക്കത്തില്ല. കർത്താവ് പിന്തിരിഞ്ഞോ? പക്ഷെ ഒരു ഇച്ചിരി പ്രായം ചെന്ന ആളായതുകൊണ്ട് അന്ത്രയോസിന് ഇച്ചിരി വെളിവുണ്ടായി. അന്ത്രയോസ് ആദ്യം ഇവിടെ പ്രായപൂർത്തിയായ 50 വയസ്സിന് മുകളിൽ, നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ചെറുപ്പക്കാരൊക്കെ മോശവും നമ്മളൊക്കെ വലിയ വിശുദ്ധരുമാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാം പിഴയാണ്, എല്ലാം കഞ്ചാവാണ്, മുടി വളർത്തിയവൻ കഞ്ചാവാണെന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നയാളാണ്, എൻ്റെ പിൻഗാമിയായി വന്നയാളാണ് എൻ്റെ തൊട്ട് ഇപ്പുറം ഇരിക്കുന്നത്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വിശുദ്ധര് എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പൊ അവിടെ ഇരുന്ന് 50 വയസ്സ് കാരണവന്മാരോടൊക്കെ അന്ത്രയോസ് പോയി ചോദിച്ചു, നിങ്ങളുടെ ഈ പൊതി വല്ലതും ഉണ്ടോ? അപ്പൊ കുഴിമറ്റം പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അതെനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട്, ഇൻസുലിൻ എടുക്കേണ്ടിയുണ്ട്, അതെനിക്ക് തിന്നാനുള്ളതാ. സമാജത്തിന്റെ അമ്മാമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അച്ചാർ ഇളക്കി 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 ഒരുപാട് പൈസ പള്ളിക്ക് കൊടുത്ത് അമ്മാമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അന്ത്രയോസ് പോയി ചോദിച്ചു, അമ്മാമ്മേ വല്ലതും ഉണ്ടോ? അല്ലെ, എനിക്ക് അവലോസം ഉരുട്ടാനേ അറിയത്തുള്ളൂ, കൊടുക്കാൻ, വെറുതെ കൊടുക്കാൻ അറിയത്തില്ല. അമ്മാമ്മയും കൈയൊഴിഞ്ഞു. അവസാനം അന്ത്രയോസ് ഒരു പയ്യനെ കണ്ടുപിടിച്ചു, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന, ബുദ്ധി ഉറക്കാത്തതുകൊണ്ടായിരിക്കാം. അവനോട് ചോദിച്ചു, കുഞ്ഞെ നിന്റെ കൈ വല്ലതും ഉണ്ടോ? ആ പയ്യനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവന്റെ അമ്മ കൺവെൻഷന് പോകാൻ ഇറങ്ങിയ ചെറുക്കനോട് പറഞ്ഞു, എടാ മോനെ, ഈ കൺവെൻഷൻ പറയുന്നത് ആരാ? യേശുപ്പച്ചനാ. കേട്ടങ്ങിരിക്കും, എൻ്റെ കുഞ്ഞിന് വിശക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 5 അപ്പം അമ്മ നിന്റെ ടിഫിൻ ബോക്സിനകത്ത് 3 എണ്ണം നീ കുത്തിക്കയറ്റിയാലും 2 എണ്ണം ആർക്കൂടെ കൊടുക്കണം? നിന്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ കൂട്ടുകാരനും കൂടെ കൊടുക്കണം. ചെറുക്കൻ പറഞ്ഞു, സമ്മതിച്ചു അമ്മേ. 5 എണ്ണം ഇല്ല, 2 എണ്ണം കൊടുക്കുന്നതിന് എന്നാ കുഴപ്പം? വീട്ടിൽ നിന്ന് അവൻ തുള്ളിച്ചാടി ഇറങ്ങാൻ നേരത്ത് അമ്മ കൈകൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞാലത്തെ കാര്യമാ. ഇനി യേശുപ്പച്ചനെങ്ങാണം ചോദിച്ചാ നിന്റെ പൊതി മുഴുവനും അങ്ങ് എടുത്ത് കൊടുത്തേക്കണം. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്? നുണ പറയരുത്. നിങ്ങളൊരു മുട്ട പൊരിച്ച നിങ്ങളുടെ പിള്ളേരുടെ ചോറ്റും പാത്രത്തിന്റെ എവിടെ വെക്കും? ഏറ്റവും അടിഭാഗത്ത്. നിങ്ങളുടെ കുഞ്ഞിന്റെ കൈ മാത്രമേ. അതുകൊണ്ട് അവസാന കാലത്ത് വെള്ളം കിട്ടാത്ത നത്തിനെ പോലെ മൂങ്ങ കളിച്ചിരിക്കേണ്ടി വരുന്നു, വെള്ളം കിട്ടാതെ ചാകേണ്ടി വരുന്നു. മക്കളില്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയും, ഈ അച്ഛന്മാർക്ക് അത്രയും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഈ റിച്ചു അച്ഛനെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സന്യാസിയാകുന്നു. പക്ഷെ അച്ഛനും പോയി. അമ്മ പഠിപ്പിച്ചു, യേശുപ്പച്ചൻ ചോദിച്ചാ നിന്റെ കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ ദൈവാലയത്തിൽ വരുന്നവരാ, നിങ്ങൾ ഇത്രയും നാൾ ഇട്ട തളുകയാണോ നിങ്ങളുടെ കുഞ്ഞിന് LKGക്ക് കൊടുത്ത ഡൊണേഷൻ ആണോ കൂടുതൽ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം മറ്റേ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെയാണോ ഇഷ്ടം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയാണോ ഇഷ്ടം എന്ന് ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ LKG കൊടുത്ത ഡൊണേഷൻ ആണോ, ക്യാപിറ്റേഷൻ ഫീ ആണോ, നിങ്ങളിട്ട് തളുകയാണോ, ഏതാ കൂടുതൽ? വീട്ടിൽ ചെന്ന് ചിന്തിച്ചാൽ മതി, എന്നോട് പറയണ്ട. നമ്മൾ കെംഗേമമായിട്ട് പെരുന്നാളുകളൊക്കെ വിഷു. ഇപ്പൊ പെരുന്നാളുകൾ കൈവിട്ട് പോയിരിക്കുക, ഞങ്ങളുടെ അച്ഛന്മാരുടെ കൈവിട്ട് പോയിരിക്കുക. ആർഭാടങ്ങളുടെ മേളമാണ്. അടുത്തിടയിൽ അവിടെ ഒരു പെരുന്നാൾ നടത്തിയത് ഇങ്ങനെയാണ്, പ്രദക്ഷിണം വെട്ടിക്കുറച്ചു. ഞാൻ ചോദിച്ചു, അച്ഛാ എന്താ പ്രദക്ഷിണം കുറച്ചത്? അതുകൊണ്ടല്ലേ, 1.5 ലക്ഷം രൂപയുടെ ബാൻഡ് സെറ്റാ. അപ്പൊ ഫ്യൂഷൻ കാണേണ്ടതുകൊണ്ട്, സമയം കൂടുതൽ എടുക്കേണ്ടതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രദക്ഷിണം വെട്ടിക്കുറച്ചു. എൻ്റെ അരമനയിൽ അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച പെരുന്നാളാണ്. ഞങ്ങൾ വടക്കൻ ഭദ്രാസനത്തിലൊക്കെ പെരുന്നാളെന്ന് പറഞ്ഞാലേ അവർക്ക് പോത്തിറച്ചിയാണ്, കായും പോത്ത് വിട്ട് ഒലത്തണം. അപ്പൊ എനിക്കിത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ പള്ളിയിലുള്ളവരോട് ചോദിച്ചു, ഇവിടെ എത്ര പേര് വരാറുണ്ട്? അപ്പോൾ ഒരു അച്ഛൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു,
1600 പേർക്ക് പോത്ത് കൂട്ടി ഊണ് കൊടുക്കുന്ന ഒരു പെരുന്നാൾ അച്ഛൻ ഇവിടെ നടക്കുന്നത്. അച്ഛൻ അത്ര ശക്തിക്ക് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഞാനൊരു സന്യാസി അച്ഛനാ. ഒരുപാട് സമയം ബോറടിച്ച് കളയാതിരിക്കാൻ ഞാൻ കുറച്ച് ജീവികളെ വളർത്തുന്നുണ്ട്. 2 പോത്തും 5-8 ആടും ഒരു പശുവൊക്കെ ഉണ്ട് എനിക്ക്. എന്റെ പോത്തിനെ കണ്ടിട്ടാ അച്ചായൻ പറഞ്ഞത് 1600 പേർക്ക് പോത്ത് കൂട്ടി. അപ്പൊ ഞാൻ പാട്ട് പാടി, ആടേണ്ട കണ്ണൻ ചേമ്പേ, എന്റെ പോത്തിനെ കണ്ടിട്ട് നിങ്ങൾ പെരുന്നാള്. നമ്മളെല്ലാം ഭംഗിയായിട്ട് ആഘോഷിക്കുക. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? ദൈവത്തിൽ നിന്ന്. ഒരിക്കലും നമുക്കെന്ത് ദൈവത്തിന് ചെയ്തു കൊടുക്കാമെന്നല്ല, ദൈവം എനിക്കെന്ത് തരും ആണോ? അതുകൊണ്ടാണ് ധനവാനാകുന്നത് പാപമല്ല, ധനവാനായി ഒറ്റപ്പെടുന്നതാ പാപം. വേദപുസ്തകം ഒരുത്തനെ പരിചയപ്പെടുന്നുണ്ട്. രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ അവൻ ആർക്കും കൊടുക്കാതെ കളപ്പുര വലുതാക്കിയവനാ ആണോ? കളപ്പുര വലുതാക്കി സന്തോഷിച്ചുറങ്ങാൻ പോയവനോട് ചോദിക്കുന്ന ചോദ്യം, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കരുതി വെച്ചതൊക്കെ ആർക്കാവും? ജീവിതത്തിൽ ആരുമില്ലാത്തൊരുത്തൻ. ഇവിടെയാണ് മാധവിക്കുട്ടിയുടെ നെയ്പായസം. നിങ്ങൾ വായിക്കണം. ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു ക്ലൈമാക്സ് ഉള്ളൊരു കഥയാണ്. എന്താണ് പറയുന്നത്? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ദമ്പതികളാ. 3 ആൺകുഞ്ഞുങ്ങളുണ്ട്. തിരിച്ചറിവ് അറിയാത്ത പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങൾ. വീട്ടിൽ എല്ലാ ദിവസവും ഇവർ ജീവിത പ്രാരാബ്ധങ്ങളുള്ള ഈ പുരുഷനും സ്ത്രീയും എല്ലാ ദിവസവും ഒരുപാട് വീടിനകത്തൂടെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ. അവള് ഒരു ദിവസം ഇയാൾ തിരിച്ചു വരുമ്പം വീടിന്റെ തെണ്ണയിൽ ഇങ്ങനെ മരിച്ചു കിടക്കുക, തണുത്തുറഞ്ഞു കിടക്കുക. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല അമ്മ മരിച്ചു പോയെന്ന്. ഇയാൾ ശവദാഹമൊക്കെ കഴിഞ്ഞ് ആരും ജീവിതത്തിൽ കൂട്ടില്ലാത്ത ഒരു മനുഷ്യൻ തിരിച്ചു വീട്ടിലോട്ട് വരുമ്പം കുഞ്ഞുങ്ങളെ ക്ഷീണിച്ചുറങ്ങാറായി, വിശന്നിരിപ്പുണ്ട്. അയാൾ അടുക്കള ചെന്ന് നോക്കിയപ്പം അവളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാകം ചെയ്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ഇദ്ദേഹം വിളിച്ചുണർത്തി. ഒടുവിലത്തെ കുഞ്ഞിനെ വിളിച്ചുവില്ല, ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങട്ടെ. അദ്ദേഹം പറഞ്ഞു, അമ്മയുണ്ടാക്കിയ ഭക്ഷണമാണ് നിങ്ങൾക്ക് ഇവിടെ. അദ്ദേഹം വിളമ്പിക്കൊടുത്താൻ ഇങ്ങനെ ചമ്പ്രം പൊട്ടിട്ടിരുന്നു. ഒരു കുഞ്ഞ് ഓടിച്ചെന്ന് തുറന്നു നോക്കിയപ്പം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെയ്പായസം അമ്മ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഒരു കുഞ്ഞ് അത് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പൻ്റെ മുമ്പ് ഇരുന്നിട്ട് പറഞ്ഞു, എനിക്കിത് മതി, വേറെ ഒന്നും വേണ്ട. എന്നിട്ട് അവസാനം ആ കുഞ്ഞ് പറയുന്നത് ഇങ്ങനെയാണ്, അമ്മയുണ്ടാക്കുന്ന പായസത്തിന് എത്ര വലിയ രുചിയാ. കഥ അവസാനിക്കുന്ന ഇങ്ങനെയാണ്, മാധവിക്കുട്ടി പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്. അയാൾ പതുക്കെ ആ കൊരണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി പൊട്ടിക്കരയാൻ തുടങ്ങിയെന്ന്. ജീവിതത്തിൽ ഞാൻ മാത്രം അറിയത് നമ്മുടെ ധനം നമ്മളെ പഠിപ്പിക്കുമ്പം ആത്മീയത ആ ധനം കൊണ്ട് ചില സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ചില മനുഷ്യരെ നേടാൻ ഇപ്പുറത്ത് നമ്മളെ പഠിപ്പിക്കുന്നു ആണോ? ദാനം ചെയ്യാനൊരു കൈയും, അവരെന്റെ ദുഃഖം കാണാനൊരു കണ്ണും, അവന്റെ വേദനകൾക്ക് കൂട്ടുപോകാനൊരു കാലും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുള്ളവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. പക്ഷെ ജീവിതത്തിൽ ദൈവത്തിനെ ആദായ മാർഗമാക്കി പിൻപറ്റിപ്പോയാൽ ജീവിതത്തിൽ അവസാനത്തിൽ ഈ ചോദ്യം നമ്മൾ നേരിടേണ്ടി വരും, മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കരുതി വെച്ചതൊക്കെ. അതുകൊണ്ടാണ് ഒസ്താത്യൂസ് തിരുമേനി നിരന്തരം കലഹിച്ചു പാടി, ധനവാനെ ബലവാനെ ലാസറിനെ മറക്കരുത്, ധനവാനെ ബലവാനെ ലാസറിനെ മറക്കരുത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയ്ക്ക് ദാരിദ്ര്യമുള്ള ആരുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലർക്കും പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എനിക്ക് ഏറ്റവും തൃപ്തി തോന്നിയൊരു കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 2 മക്കൾക്കും ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളുള്ള ഒരു അമ്മ, ഒരു രീതിയിലും ജീവിക്കാൻ മാർഗമില്ലാത്ത, ഒരു ആത്മഹത്യ ചെയ്യാത്തതിൽ എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട്. അവർക്ക് എല്ലാ മാസവും ഇങ്ങനെ പലചരക്ക് ഞാൻ മേടിച്ചു കൊടുക്കും. എനിക്ക് അതിനുള്ള വകുപ്പേ ഉള്ളൂ. കഴിഞ്ഞ മാസം ഞാൻ അത് മറന്നുപോയി. എൻ്റെ കയ്യിലും സാമ്പത്തികം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പൊ അവരെന്നെ നിരന്തരം വിളിച്ചോണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു അവരോട്. അവസാനം അവരെന്നോട് പറഞ്ഞു, അച്ഛാ ഒന്നും വേണ്ട, ഇച്ചിരി അരി മതി. അങ്ങനെ ഞാൻ ഇച്ചിരി അരി സാധനം മേടിച്ചു കൊടുത്തു. പിറ്റേ ദിവസം എന്നെ വളരെ സന്തോഷത്തോട് വിളിച്ചു പറയാ, അച്ഛൻ തന്ന അരി കൊണ്ട് ഞങ്ങൾ കഞ്ഞി വെച്ച് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും വയറ് നിറച്ച കുടിച്ചെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്കും തൃപ്തിയുള്ളൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നിന്റെ ധനം ദൈവം തന്ന നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് മാത്രം അനുഭവിക്കാനാണെന്ന് സ്വാർത്ഥനായി നീ ചിന്തിച്ചാൽ അതെന്താണ്? ജീവിതത്തിന്റെ വിഗ്രഹമാണ്. അതിനെ ഉടയ്ക്കണം. ആഘോഷങ്ങളല്ല, ആർഭാടങ്ങളല്ല. നിന്റെ സഹോദരന് കൂട്ടുപോകാൻ ഒരു കാല്, അഴിഞ്ഞു സഹായിക്കാൻ ഒരു കയ്യ്, അവന്റെ കണ്ണുനീരുകളെ കാണാൻ നിനക്കൊരു കണ്ണുണ്ടാകണം. അതിനെ പരിശീലിപ്പിക്കുന്ന ഇടമാണ് പള്ളി ആണോ? അതിനെ പരിശീലിപ്പിക്കുന്ന ഒരിടത്തിന്റെ പേരാണ് പള്ളി. ഈ പള്ളി ജീവിതം കൊണ്ട് അതിന് അഭ്യാസം ലഭിച്ചില്ല എങ്കിൽ നമ്മൾ എത്രയോ അരിഷ്ടരായ മനുഷ്യരാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. സ്വാതന്ത്ര്യമില്ലാതെ അടിമയാക്കപ്പെട്ട 3 അടിമത്തങ്ങളുള്ള യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരോട് ക്രിസ്തു വീണ്ടും വേദനയോടുകൂടി പറയുന്നു,
പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാകും. അപ്പോഴേ നിങ്ങൾക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയും. 3 വിഗ്രഹങ്ങൾ ഏതൊക്കെയാ? ദ ഐഡലറ്ററി ഓഫ് ലെഗസി, പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. എന്റെ കർത്താവ് എന്റെ ദൈവമെന്ന് ആത്മാവിൽ വിളിക്കണം, വേണോ? 2, ദ ഐഡലറ്ററി ഓഫ് എഫിഷ്യൻസി, കാര്യക്ഷമത. ലോകത്തിന്റെ ബോധ്യങ്ങളല്ല, ലോകത്തിന്റെ മിടുക്കല്ല, ദൈവസന്നിധിയിൽ വിനയം ധരിച്ച് ചില ഭോഷത്വങ്ങളെയും ധരിച്ച് ജീവിതത്തിൽ പിന്മാറി നിൽക്കാനും പരിശീലിക്കണം. 3 എന്താ ഞാൻ പറഞ്ഞത്? ദ ഐഡലറ്ററി ഓഫ് മണി, സമ്പത്തിന്റെ വിഗ്രഹം. ദൈവത്തിന്റെ പിന്നാലെ സ്നേഹം കൊണ്ട് പോകണം, ഭയം കൊണ്ട് പോലും വരില്ല, സ്നേഹം കൊണ്ട് അവനെ പിൻപറ്റാൻ കഴിയണം. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 കുടിയന്മാര് മംഗലാപുരത്തിനുള്ള ട്രെയിൻ കേടാൻ ഓടി ഇങ്ങനെ സ്റ്റേഷനിലോട്ട് വരിക. സ്റ്റേഷനിൽ അടുക്കാറായപ്പം ട്രെയിൻ വിടാൻ പോയി. ഓടിത്തുടങ്ങിയ ട്രെയിൻ കണ്ട 3 കുടിയന്മാർ ഓടിപ്പാഞ്ഞിങ്ങനെ വരിക. സ്റ്റേഷൻ മാസ്റ്റർ നോക്കിയപ്പോൾ ഇവരുടെ ലക്കും ലക്കുകാനും കണ്ടപ്പോഴേ മനസ്സിലായി ഇവർ 3 പേരും കുടിച്ചിട്ടുണ്ട്. അയാളിങ്ങനെ ചങ്കത്ത് കൈവച്ച് നിൽക്കുമ്പം 2 കുടിയന്മാർ ചാടി ഒരു പ്രാകാരത്തിൽ അകത്ത് കയറി, ട്രെയിനിനകത്ത് കയറി. 3-മത്തെ കുടിയൻ അലച്ചും തല്ലി താഴോട്ട് വീണു. സ്റ്റേഷൻ മാസ്റ്റർ നോക്കി ഏതായാലും ജീവന് ഹാനിയൊന്നുമില്ല. അയാൾ ഓടിച്ചെന്ന് കുടിയനെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, എന്നാലും എൻ്റെ പൊന്നി ചേട്ടാ, ഇതുപോലെ ഒടുക്കത്തെ കുടി കുടിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ വിഷമിക്കണ്ട, മംഗലാപുരത്തിനല്ലേ പോകണ്ടേ, അടുത്ത ട്രെയിനെ ഞാൻ കയറ്റിവിടാന്ന്. ഈ 3-മത്തെ കുടിയൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതല്ല കുഴപ്പം, എനിക്കാണ് മംഗലാപുരത്തിന് പോകേണ്ടത്, അവന്മാരെനിക്ക് ടാറ്റ തരാൻ വന്നവരാന്ന് പറഞ്ഞു. ഇന്നൊരു ദിവസമേ പ്രസംഗമുള്ളെന്ന് തോന്നുന്നു അല്ലേ ചാ? ഒറ്റ ദിവസമേ ഉള്ളൂ. ഒന്നും ലക്ക് ലഗാനും ഇല്ലാത്ത എന്നെ തന്നെ അച്ഛൻ വിളിച്ചത്. എനിക്കൊരു ഹമ്പിൾ റിക്വസ്റ്റ് നിങ്ങളോടുള്ളത്, ശാന്തരായ വിനയമുള്ള 2 വൈദികരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിൽ നമുക്ക് തർക്കങ്ങളും വികതർക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ദേവാലയം നമ്മുടെ മിടുക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരിടമല്ല, മറിച്ച് എന്തിനുള്ള? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈ പുരോഹിതന്മാർ മുമ്പിൽ നിന്ന് ചൊല്ലുമ്പം ആത്മശരീര വിശുദ്ധിയോടുകൂടി പറയാൻ സാധിക്കണം, എൻ്റെ അപ്പനെ ഞാൻ വിളിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ സാക്ഷ്യമുള്ളൊരു ജീവിതത്തിന് ഉതകുന്ന ഇടമാണ് പള്ളി. അതിൽ നിന്ന് വിട്ടുപോയാൽ, അതിൽ നിന്ന് മാറിപ്പോയാൽ, ഏതെല്ലാം പ്രകടനങ്ങൾ കാഴ്ചവെച്ചാലും ഒരു ഫലവും 3-മത്തെ കുടിയന്റെ അവസ്ഥ വരും. അതുകൊണ്ട് കിട്ടേണ്ട ട്രെയിൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ സ്വയം പരിശോധിക്കുക. വിട്ടു നിൽക്കേണ്ട, മാറി നിൽക്കേണ്ട ഇടങ്ങളിൽ വിട്ടുകൊടുക്കാനുള്ള മനസ്ഥിതികൾ ഒക്കെ നമുക്ക് ജീവിതത്തിലുണ്ടാകണം. നല്ല ആത്മീയ മനുഷ്യരായി. വണ്ടി ബ്ലോക്കാക്കി ഒരു ശവോടക്ക് നമുക്ക് ആവശ്യമില്ല. വന്ന 10 പേര് ആത്മാർത്ഥമായിട്ട് പറയണം, ഇത് നമുക്കൊരു തീരാ നഷ്ടം, വേണോ? അതുകൊണ്ട് ഇന്ന് വൈകിട്ട് എന്നിട്ട് ചിന്തിക്കണം, നാളെ പെരുന്നാളിന് വന്നാലും ഇല്ലെങ്കിലും വൈകിട്ട് കിടന്ന് ചിന്തിക്കണം, ഞാൻ പെട്ടി കിടക്കുമ്പം എത്ര പേരെൻ്റെ അടുക്ക് വരും? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെന്ന് പാടണം, പൂർവ പിതാക്കളും അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം. അറിയത്തില്ല ബാക്കി? ഇത് നടന്ന് വീട്ടിൽ പോകാനുള്ള നിങ്ങൾക്കാ പേടി. ഇത്രയും വണ്ടിയുടെ ഇടയിൽ കൂടെ ഓടിച്ച് അങ്ങേയറ്റം ചെല്ലുമെന്ന് ഉറപ്പില്ലാത്ത ഞാൻ പാടുന്നുണ്ട്. ബാക്കി കൊണ്ട് ഉറച്ചു പാടിക്കേ. ആകയാൽ ഛേദമെൻ എണ്ണി ലാഭം അന്യനെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും അന്ത്യശ്വാസം വരെയും. ഒരു നിമിഷം തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ ജീവനുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടതിനും രൂപാന്തരപ്പെടേണ്ടതിനും ഞങ്ങൾ ഈ ദേവാലയ ബന്ധത്തിൽ ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങളുടെ ആരാധന ജീവിതത്തെ ശുഭമാക്കേണ്ടതിന്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ നിന്നോടുള്ള ബന്ധത്തിൽ ചില നഷ്ടങ്ങളിലൂടെയെങ്കിലും വിശുദ്ധീകരിക്കേണ്ടതിന് നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ലോകത്തിന്റെ സാമർഥ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓടിയിട്ടുണ്ടായെങ്കിൽ അതിനൊരു തിരുത്തായി പൗലോസിന്റെ മാനസാന്തരം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അവിശുദ്ധനോട് ചേർന്ന് നിന്ന് ഞങ്ങളും പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനാകുന്നു. ഈ വിശ്വാസത്തിന്റെ ബലം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഞങ്ങൾക്ക് തരണമേ.
വിഗ്രഹങ്ങളായി കരുതി വെച്ച ഈ ലോകത്തിന്റെ വ്യർത്ഥമായ സകലത്തിനെ ഉപേക്ഷിക്കുവാനും സ്വർഗരാജ്യ നിക്ഷേപങ്ങളെ കഴുതുന്ന ഒരു ആത്മീയ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തലമുറകളെ ഇതിനെ അഭ്യസിപ്പിക്കേണ്ടതിന് മാതൃകാപരമായ ഒരു ജീവിതവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സഭയെയും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും ഇടവകയെയും ഓരോ കുടുംബങ്ങളെയും തലമുറകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കർത്തൃത്വം വ്യാപിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. തലമുറകളെ കാക്കണമേ. വാങ്ങിപ്പോയിരിക്കുന്ന രമ്യങ്ങളുടെ പരദീസയിൽ ആശ്വസിപ്പിക്കണമേ. ഒരുമനപ്പെട്ട നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എല്ലാ കാലത്തും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ഇങ്ങനെ ഒരു അവസരം തന്ന വന്നിരായിരിക്കുന്ന ഇടവകയുടെ ചുമതലക്കാരായിരിക്കുന്ന 2 വൈദികരോടും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച എൻ്റെ സഹോദര വൈദികരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, എൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.